എല്ലാ സജ്ജനങ്ങൾക്കും സസ്നേഹ പ്രണാമം. കൃഷ്ണമന്ത്രി നയിക്കുന്ന ലളിത സഹസ്രനാമ പഠന ക്ലാസ്സിലേക്ക് എല്ലാവരുടെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ ക്ലാസ് നയിക്കുന്നത് നമ്മളുടെ പ്രിയങ്കരനായ ശ്രീ ശ്രീനിവാസൻ പന്തലിങ്കലാണ്. ക്ലാസ് നയിക്കുന്നതിന് സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ മാഷേ. ഹരി ഓം. ഹരി ഓം തിരുമേനി. നമസ്തേ, എല്ലാവർക്കും നമസ്കാരം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംഭൂവലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഓം വെള്ളപ്പളുങ്കു നിറമൊത്ത വിദഗ്ധരൂപി കള്ളം കളഞ്ഞു കമലത്തിൽ എഴുന്ന ശക്തി വെള്ളത്തിലെ തിരകൾ തള്ളിവരും കണക്കെന്നുള്ളത്തിൽ വന്നു വിളയാടുക സരസ്വതീ നീ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഓം ശ്രീമാത്രേ നമ. ഓം മഹാദേവേ നമ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളെ സഹസ്രനാമം പഠന സഭയിലെ 119 ശ്ലോകമാണ് കഴിഞ്ഞ പ്രാവശ്യം കണ്ടു നിർത്തിയത്. ഒരു നാമം അതിനകത്ത് നമ്മൾ വിശദീകരിച്ചിരുന്നു. എങ്കിലും ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലിയതിനു ശേഷം നമുക്ക് മുന്നിലോട്ട് പോവാം. കടാക്ഷ കിങ്കരീഭൂത കമലാകോടി സേവിത ശിരസ്ഥിത ചന്ദ്രനിഭാ ഫാലസ്തേന്ദ്രധനുപ്രഭ. കടാക്ഷ കിങ്കരീഭൂത കമലാകോടി സേവിത, ഒറ്റ നാമമാണിത് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. കടാക്ഷ കിങ്കരീഭൂത കമലാകോടി സേവിത. ഇവിടെ നമ്മള് കൃത്യമായിട്ട് അറിഞ്ഞു ദേവിയുടെ ഒരു കടാക്ഷം. ആ കടാക്ഷം കൊണ്ട് കിങ്കരികളായി തീരുകയാണ്. ആര്? കമലാകോടികള്, കോടാനുകോടി മഹാലക്ഷ്മിമാര് ദേവിയുടെ കിങ്കരികളായി തീരുകയാണ്. എന്നിട്ട് സേവ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദേവിയെ. അതാണ് കടാക്ഷ കിങ്കരീഭൂത കമലാകോടി സേവിത. അപ്പോ കോടി, അനേക കോടി ബ്രഹ്മാണ്ട ജനനി എന്നുള്ള നാമം വരുമ്പോ നമ്മൾക്കറിയാം ഈ ബ്രഹ്മാണ്ടം എന്ന് പറയുന്ന നമ്മൾ കാണുന്ന ബ്രഹ്മാണ്ടം സൂര്യനും അതിനു ചുറ്റും ഉള്ള ഗോളങ്ങളുമാണ്, നക്ഷത്രങ്ങളും ഗോളങ്ങളുമാണ്, ഗ്രഹങ്ങളുമാണ്. അങ്ങനെ എത്രയോ സൂര്യന്മാരും ഗോളങ്ങളും ഉണ്ട് ഈ സ്പേസില് എന്നുള്ളത് തെളിയിക്കപ്പെട്ടിട്ടുള്ള സത്യമാണ്. അപ്പോൾ എത്രയോ ബ്രഹ്മാണ്ടങ്ങളുണ്ട്. ആ ബ്രഹ്മാണ്ടങ്ങൾക്കൊക്കെ ജനനിയാണ് ദേവി. ആ ദേവിയുടെ എത്ര ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടോ അവിടെയൊക്കെ സൃഷ്ടിസ്ഥിതി ഉണ്ടായിരിക്കും, ബ്രഹ്മാവും വിഷ്ണുവും ഉണ്ടായിരിക്കും. അപ്പോൾ ആ വിഷ്ണുക്കളുടെ ഒക്കെ, കോടാനുകോടി വിഷ്ണുക്കളുടെ ഒക്കെ പത്നിയായിട്ടുള്ള മഹാലക്ഷ്മി, ആ ദേവിയുടെ ഒരു കടാക്ഷം മാത്രം കിട്ടിക്കഴിഞ്ഞാൽ കിങ്കരികളായിട്ട് അങ്ങനെ സേവ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്കും ആ ദേവിയുടെ കടാക്ഷം കിട്ടിയാൽ, ആ കടക്കണ്ണുകൊണ്ടുള്ള ഒരു നോട്ടം മാത്രം അത് കിട്ടിയാൽ മതി. അത് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മളുടെയും എല്ലാ ലക്ഷ്മിമാരും സരസ്വതിമാരും ഒക്കെ നമ്മൾക്കും സേവകരായി തീരും. കാരണം ലക്ഷ്മിയുടെ കടാക്ഷത്തിന്, ദേവിയുടെ കടാക്ഷത്തിന് അത്രയും ശക്തിയുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. കടാക്ഷ കിങ്കരീഭൂത കമലാകോടി സേവിത വിശദീകരിച്ചാണ് നാമം, അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. 591 നാമത്തിലേക്ക് നമുക്ക് പോവാം. ശിരസ്ഥിത. ഇനി മുതലുള്ള 7 നാമങ്ങളിൽ ഇപ്പൊ നമ്മള് കണ്ടു കഴിഞ്ഞതാണ് ഓരോ ആധാര ചക്രങ്ങളിലും എത്ര ദളമുള്ള പത്മമായിരുന്നു എന്നും ആ പത്മങ്ങളിലൊക്കെ ദേവി അക്ഷരരൂപിണിയായിട്ട് ഉപദേവതകൾ സ്ഥിതി ചെയ്തിരുന്നുവെന്നും അത് കഴിഞ്ഞാൽ അതിന്റെ കർണികയില് ആ ഉപദേവതകൾ ഉണ്ടായിരുന്നെന്നും അതിനുശേഷം നമ്മളെല്ലാം പറഞ്ഞ് അവർക്ക് പ്രിയപ്പെട്ട ഭക്ഷണം എന്തായിരുന്നെന്നും പ്രസാദം എന്താണെന്നും വർണ്ണം എന്താണെന്നും അതുപോലെ ആയുധം എന്താണെന്നും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെയാണ് അടുത്തുള്ള 7 നാമങ്ങള്, ഇതേപോലെയാണ് പോകുന്നത്. ഈ 7 നാമങ്ങള് വീണ്ടും നമ്മള് ബ്രഹ്മരന്ധ്രത്തിലേക്കും അതുപോലെ തന്നെ 3 ചക്രങ്ങളിലേക്കും പോവുകയാണ്. ശിരസ്ഥിത. അപ്പോ ശിരസിലുള്ള ബ്രഹ്മരന്ധ്രത്തിലാണ് ദേവി സ്ഥിതി ചെയ്യുന്നത്. ഇത് കൺസെപ്ച്വലി ഈ പഠിതാക്കൾക്കൊക്കെ ക്ലിയർ ആണ്. ശിരസിലുള്ള ബ്രഹ്മരന്ധ്രത്തിലാണ് ദേവി. കുണ്ടലിനി ജാഗ്രത ആവുമ്പോൾ എത്തുന്നത് ശിരസിലുള്ള ബ്രഹ്മരന്ധ്രത്തിലാണ്. അവിടെയാണ് ദേവിയുടെ ശരിക്കുള്ള ആസ്ഥാനം. അപ്പൊ നമ്മളുടെ മനുഷ്യ രാശികളുടെയൊക്കെ മൂലാധാര ചക്രത്തിലാണ് ദേവി കുണ്ടലിനി രൂപത്തിലുള്ളതെന്ന് പറഞ്ഞു. പക്ഷെ ദേവിയുടെ ഇഷ്ടസ്ഥാനം ആ കൈലാസം തന്നെയാണ്, സഹസ്രാര ചക്രം. അവിടെയാണ് ദേവി
പരമശിവനുമായിട്ട് രമിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോ ശരിക്കും ശരീരത്തെ നമ്മൾ ഇനി വർണ്ണിക്കുന്നതൊക്കെ എന്താണ്? ദേവിയുടെ പിണ്ടാണ്ടസ്ഥമായിട്ടുള്ള രൂപമാണ്. ദേവിയുടെ പിണ്ടാണ്ടം എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മളാണ്, ഈ ജീവികളാണ് ദേവിയുടെ പിണ്ടാണ്ടം. ബ്രഹ്മാണ്ഡ രൂപിണിയായ ദേവി നമ്മളുടെ പിണ്ടാണ്ടം നമ്മുടെ ശരീരത്തിലിരിക്കുമ്പോൾ നമ്മള് ദേവിയുടെ പിണ്ടാണ്ട സ്വരൂപമായി മാറുന്നു. എത്ര വലിയ കൺസെപ്റ്റ് ആണെന്ന് ആലോചിച്ച് നോക്കൂ. ദേവിയുടെ പിണ്ടാണ്ട സ്വരൂപങ്ങളാണ് ഈ കാണുന്ന ചരാചര ജന്തുക്കളൊക്കെ. അതിനകത്ത് ഏറ്റവും എലീറ്റഡ് ആയിട്ടുള്ള ക്ലാസ് ആണ് മനുഷ്യരാശിക്കുള്ളത്. കാരണം നമ്മൾക്കാണ് അത് അറിഞ്ഞ് അനുഭവിച്ച് അതിനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോ ഈ പിണ്ടാണ്ടസ്ഥമാകുന്ന ശരീരത്തില് ശിരസില് ശ്രീചക്രം, നമ്മുടെ ഈ ശരീരം ശ്രീചക്രമാണെന്ന് കരുതുക. ഇപ്പൊ നമ്മൾ വാഗ്ഭവകൂടം, മധ്യകൂടം, ശക്തികൂടം എന്ന 3 രൂപത്തില് ദേവിയുടെ ശരീരത്തെയും ശ്രീചക്രത്തെയും ഒക്കെ നമ്മൾ വിഭജിച്ച് കണ്ടു. അതുപോലെ തന്നെ നമ്മൾ വാഗ്ഭവകൂടാവുമ്പോൾ നമ്മുടെ ശിരസും മുഖവുമുള്ള സ്ഥാനമാണ് നമ്മുടെ ശിരസ് അല്ലെങ്കിൽ മുഖം. അവിടെ ശരീരമാകുന്ന ശ്രീചക്രത്തില് ആ ബ്രഹ്മരന്ധ്രത്തിലാണ് ദേവി സ്ഥിതി ചെയ്യുന്നത്. അവിടെ ദേവി വസിക്കുന്നു. അതുകൊണ്ട് ദേവിയെ ശിരസ്ഥിത എന്ന് പറയുന്നു. ശിരസിൽ അല്ലെങ്കിൽ ആ ബ്രഹ്മരന്ധ്രത്തില് ആസ്ഥാനമാക്കിയിട്ടുള്ളവളാണ് ദേവി. അതുകൊണ്ട് ദേവിക്ക് ശിരസ്ഥിത എന്ന നാമത്തിൽ ദേവി അറിയപ്പെടുന്നു. ഇനി എങ്ങനെയാണ് അവിടെ ദേവി? 592 നാമം ചന്ദ്രനിഭ. നിഭം എന്ന് പറഞ്ഞാൽ തുല്യം എന്നാണ് അർത്ഥം. ഈക്വൽ ടു, സിമിലർ. അപ്പോ ചന്ദ്രനിഭ, ചന്ദ്രനെ പോലെ കാന്തിയുള്ളവളാണ്. അപ്പൊ ഒരു സംശയം ഉണ്ടാവും നമുക്ക്, ആ പ്രഥമയിലെ ചന്ദ്രൻ എത്ര ചെറുതാണ്. നമ്മൾ ശുക്ലപക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോ പ്രഥമയിലെ ചന്ദ്രൻ എത്ര ചെറുതാണ്. ഇവിടെ ചന്ദ്രനിഭ, പ്രഭാപൂരമുള്ള ചന്ദ്രൻ. അപ്പൊ അതെന്താണ്? പൗർണമി ചന്ദ്രനാണ്. അപ്പൊ ശരിക്കും 16 കലകളില് 16ാമത്തെ കലയാണ് ദേവി. നമ്മൾ കണ്ടതാണ് 16 നിത്യകളുണ്ട് ചന്ദ്രന്. ആ ഓരോ നിത്യകളുടെയും നാമങ്ങളൊക്കെ നമ്മൾ വളരെ പിന്നെ വിശദമായിട്ട് കണ്ടതാണ്. നിത്യക്ലിന്ന, അതുപോലെ തന്നെ ഓരോന്നും നമ്മൾ വളരെ വ്യക്തമായിട്ട് കണ്ടതാണ്. അപ്പൊ അതിനകത്ത് 16ാമത്തെ പൂർണ്ണചന്ദ്രൻ, പൗർണമിയിലെ പൂർണ്ണചന്ദ്രനാണ് ദേവിയുടെ സ്വരൂപമായിട്ട് ദേവി ഇരിക്കുന്നത്. പൂർണ്ണചന്ദ്രനിലാണ്. അപ്പോ നിഭം എന്ന് പറഞ്ഞാൽ തുല്യം, ചന്ദ്രനെ പോലെ തുല്യതയോടുകൂടി, അല്ലെങ്കിൽ പൗർണമിയിലെ ചന്ദ്രനെ പോലെ തുല്യമായ കാന്തിയുള്ളവൾ. ഇപ്പൊ നമുക്കറിയാം സഹസ്രാര പദ്മത്തില് ചന്ദ്രമണ്ഡലത്തിലാണ് ദേവിയും സദാശിവനും കൂടി രമിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോ ശരിക്കും ആ 16ാമത്തെ ഷോഡശ കലകളില് 16ാമത്തെ കലയായിട്ട് ഏറ്റവും ആ പൗർണമിയിലെ ചന്ദ്രനായിരിക്കുന്ന, അതിന് തുല്യതയോടുകൂടിയിരിക്കുന്ന അവിടെ സഹസ്രാര പത്മത്തില് ശിരസ്ഥിതിയായിട്ട് ചന്ദ്രനിഭ, ചന്ദ്രന്റെ തുല്യ പ്രകാശത്തോടു കൂടിയിട്ട് ദേവി വാണരുളുന്നു എന്നാണ് ചന്ദ്രനിഭ എന്നുള്ള നാമം കേൾക്കുമ്പോൾ മനസ്സിലാക്കുക. രണ്ടും ഒരുമിച്ച് കാണേണ്ടതാണ്. 591 എന്നുള്ള ശിരസ്ഥിത എന്നുള്ളതും 592 എന്നുള്ള ചന്ദ്രനിഭ എന്നുള്ളതും. അപ്പൊ അവിടെ സഹസ്രാര ചക്രത്തെയാണ് കാണിക്കുന്നത്, അവിടെ ചന്ദ്രമണ്ഡലത്തെയാണ് കാണിക്കുന്നത്. പൂർണ്ണചന്ദ്രന്റെ പ്രഭയോടുകൂടിയിരിക്കുന്ന ദേവിയാണ് അവിടെ. ഇനിയോ 593ാമത്തെ നാമത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോ ഫാലസ്ഥ. അപ്പോ ശാസ്ത്രാർത്ഥത്തിൽ നിന്ന് ഫാലം എന്ന് പറഞ്ഞാൽ എന്താണ്? നെറ്റിത്തടം. നെറ്റിത്തടം എപ്പോഴും അർദ്ധചന്ദ്രാകൃതിയിലാണ്, അല്ലെ? ശരിക്കും അർദ്ധചന്ദ്രനെ തിരിച്ചിട്ടാൽ കിട്ടുന്ന അവസ്ഥയാണ് അർദ്ധചന്ദ്രന്. ദേവിയുടെ സ്ഥൂല രൂപ വർണ്ണനയിൽ നമ്മൾ കണ്ടതാണ്. ദേവിയുടെ ചന്ദ്രനായിട്ട് ഉള്ള ഉപമിച്ചതാണ് ദേവിയുടെ നെറ്റിത്തടത്തെ. അപ്പോ ശരിക്കും അവിടെ ഫാലസ്ഥയിൽ ഏത് ചക്രമാണുള്ളത്? ആജ്ഞാചക്രം. ഭ്രൂമധ്യത്തിലുള്ള ചക്രമാണ് ആജ്ഞാചക്രം. അപ്പൊ ഇവിടെ ആജ്ഞാചക്രം, ഫാലസ്ഥയില് ദേവി ഭ്രൂമധ്യത്തില് ആജ്ഞാചക്രാന്തരാളസ്ഥ എന്ന് നമ്മൾ കണ്ടതാണ്. അപ്പൊ ആജ്ഞാചക്രാന്തരാളസ്ഥയായിട്ട് ദേവി ഭ്രൂമധ്യത്തിൽ കുടികൊള്ളുന്നു. അവിടെ ദേവിയുടെ പ്രഭ എന്താണ്? ഇന്ദ്രധനുഷ് പ്രഭ. 594ാമത്തെ നാമം. ചക്രങ്ങൾ ഇനിയും വിശദീകരിക്കേണ്ട ആവശ്യമില്ല, പല രീതിയിലും പറഞ്ഞതാണത്. അപ്പോ ആജ്ഞാചക്രത്തില് ദേവി ഭ്രൂമധ്യത്തില് ആജ്ഞാചക്രത്തില് സ്ഥിതി ചെയ്യാണ്. അവിടെ ദേവിയുടെ 594ാമത്തെ നാമമാണ് ഇന്ദ്രധനുഷ് പ്രഭ. ഇന്ദ്രധനുഷ് ദേവേന്ദ്രന്റെ വില്ലാണ്. ഇന്ദ്രധനുസ്, അതാണ് മഴവില്ലായിട്ട് സപ്തവർണ്ണങ്ങളായി കാണുന്നത് എന്നാണ് പറയുന്നത്. അതാണ് ദേവേന്ദ്രന്റെ വില്ലിന്റെ പ്രഭയാണ് മഴവില്ലിനുള്ളത്. അപ്പോ ഭ്രൂമധ്യത്തിലെ ആ ത്രിലേഖ ബിന്ദുവില്, അങ്ങനെ അതിന് മുകളില് ഇന്ദ്രധനുസിന്റെ അതേ പ്രഭയോട് കൂടിയിട്ട്, ശോഭയോട് കൂടിയിട്ട് ദേവി അങ്ങനെ ആ ഭ്രൂമധ്യത്തില് ഏത് ചക്രത്തിലാണ്? ആജ്ഞാചക്രത്തിൽ വസിക്കുകയാണ്. ഫാലസ്ഥ എന്ന് പറയുന്ന ആ ആജ്ഞാചക്രത്തിൽ വസിക്കുകയാണ്. അപ്പൊ എവിടെയായി? ആദ്യം ശിരസ്ഥിതയിലെ ചന്ദ്രനിഭയായിരുന്നു,
ഇവിടെ ഭാലസ്ഥയാവുമ്പോ ദേവി ഇന്ദ്രധനുഷ് പ്രഭയാണ്. അപ്പൊ ഇന്ദ്രധനുഷിന്റെ സപ്തവർണ്ണങ്ങളോട് കൂടിയിട്ട് ശോഭിക്കുന്ന ദേവിയാണ് ഇവിടെ കാണുന്നത്. അർദ്ധചന്ദ്രാകൃതിയിലുള്ള ആ ചന്ദ്രനെ ഉപമിക്കാം, അവിടെയാണ് കാണുന്നത്. ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് പോകണം നമുക്ക്, കാരണം ആ ശ്ലോകം ഇവിടെ കഴിയാണ്. ഫലസ്തേന്ദ്ര ധനുപ്രഭ എന്നോടുകൂടി 120 ശ്ലോകത്തിലേക്ക് പോവാം നമുക്ക്. ഹൃദയസ്ഥാരവിപ്രഖ്യ ത്രികോണാന്തരദീപിക ദാക്ഷായണീ ദൈത്യഹന്ത്രി ദക്ഷയജ്ഞവിനാശിനി. ഹൃദയസ്ഥാരവിപ്രഖ്യ ത്രികോണാന്തരദീപിക ദാക്ഷായണീ ദൈത്യഹന്ത്രി ദക്ഷയജ്ഞവിനാശിനി. ശ്ലോകം 120 595 മുതൽ 600 വരെയുള്ള നാമങ്ങളാണ്. അപ്പോൾ 120 ശ്ലോകം കഴിയുന്നതോടുകൂടി 60% നാമങ്ങൾ കഴിഞ്ഞു എന്നുള്ളതാണ്. 182 നാമങ്ങളാണ്, ശ്ലോകങ്ങളാണുള്ളത് 1000 നാമങ്ങളിൽ. അപ്പോ ഇവിടെ 6 നാമങ്ങളാണ് 120 ശ്ലോകത്തിലുള്ളത്. ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. 595 നാമം ഹൃദയസ്ഥ. ഹൃദയസ്ഥ ഇപ്പൊ 2 കണ്ടു നമ്മള്. ശിരസ്ഥിത കണ്ടു നമ്മള്, അത് കഴിഞ്ഞ് ഫാലസ്ഥ കണ്ടു നമ്മള്. ഇനി വരുന്നത് എവിടെയാണ്? കണ്ടത്തിലുള്ള ചക്രത്തിൽ പോകുന്നില്ല, നേരെ ഹൃദയത്തിലേക്കാണ് പോകുന്നത്. ഹൃദയത്തിൽ ഏത് ചക്രമാണ്? ഹൃദയലേഖാ ചക്രം, അനാഹത ചക്രമാണ്. അപ്പോ ഹൃദയസ്ഥാനത്ത് ദേവി സ്ഥിതി ചെയ്യുന്നു. ഹൃൽ ചക്രത്തിൽ, ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു ദേവി എന്നാണ്. അപ്പൊ എല്ലാ ഹൃദയം എന്ന് പറഞ്ഞാൽ ഈ മെടിക്കുന്ന പേശിയുള്ള അതല്ല, സകല ചരാചരങ്ങളുടെയും ജീവാത്മാവായിട്ട് കുടികൊള്ളുന്ന ആ കേന്ദ്ര ബിന്ദുവാണ്, ആ സ്ഥാനമാണ് ഹൃദയം എന്ന് പറയുന്നത്. നമ്മള് ഫിസിയോളജിയിൽ മനുഷ്യ ശരീരത്തിലോ അല്ലെങ്കിൽ ജന്തുക്കളിലോ പഠിക്കുന്ന ഹൃദയം ആയിട്ട് അതിനെ കമ്പയർ ചെയ്യേണ്ട. പക്ഷേ ആ ഹൃദയ സ്ഥാനത്തിരിക്കുന്നതാണ് ദേവി. ഹൃൽ ചക്രത്തില്, ഹൃദയത്തില്, അനാഹത ചക്രത്തില് ദേവ് ഇരിക്കുകയാണ്. സർവ ജഗത്തിനും ബീജസ്ഥാനമാണ് ഹൃദയം, അല്ലെ? കാരണം ഹൃദയം എന്ന് പറഞ്ഞാൽ ആ ഹൃദയത്തിൽ ആ ദേവി ചൈതന്യം നിലച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ശരീരം ജീർണിച്ചു പോകും, പിന്നെ ശരീരത്തിന് അസ്തിത്വമില്ല. അതുകൊണ്ട് സർവ്വ ജഗത്തിനും ബീജസ്ഥാനമാണ് എന്ത്? ഹൃദയം. അതുകൊണ്ടാണ് ഹൃദയ ചക്രം എന്ന് പറഞ്ഞാൽ അവിടെയാണ് ദേവി സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് ഈശ്വരന്റെ സ്ഥാനം. അപ്പൊ എപ്പോഴും നമ്മള് ഈശ്വരനെ ചിന്തിക്കുമ്പോ എപ്പോഴും ഹൃദയത്തിനാണ് കൈവയ്ക്കുക, ഹൃദയം ചേർത്താണ് കൈകൂപ്പുക. അതിന്റെ കാരണം എന്താണ്? ദൈവം നമ്മളുടെ ഹൃദയത്തിനകത്ത് തന്നെ ഇരിക്കുന്നു. ആ എന്നത്തെയും സ്രോതസ്സായിട്ട്, ആ ഊർജ സ്രോതസ്സായി, അതുപോലെ തന്നെ ആ പ്രകാശം ചിതറിക്കൊണ്ട് ജ്ഞാനത്തിന്റെ ബിന്ദുവായിട്ട് ആ ദൈവം അങ്ങനെ നമ്മളുടെ ആ ഈശ്വരൻ എന്നുള്ള നമ്മളുടെ ഹൃദയത്തിലിരിക്കുകയാണ്. ആ ബ്രഹ്മം പിണ്ടാണ്ടമായിട്ട് ആ നമ്മുടെ ശരീരത്തിലിരിക്കുകയാണ് എന്നുള്ളതാണ്. അതാണ് ഹൃദയസ്ഥ. അപ്പോ ഹൃദയ ചക്രത്തിലെ, അനാഥ ചക്രത്തിലിരിക്കുന്ന ദേവിയാണ് ഹൃദയസ്ഥ എന്ന് പറയുന്നത്. ഹൃദയസ്ഥാനത്ത് എങ്ങനെയാണ് ദേവി? 596 നാമം രവിപ്രഖ്യ. എങ്ങനെയാണ് ദേവി? രവിപ്രഖ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രഖ്യ എന്നാൽ പ്രകർഷേണ ഖ്യാതിയോട് കൂടിയത്, വളരെ ശോഭനമായിട്ടുള്ള ഖ്യാതിയാണ്, തേജസ്സോട് കൂടിയിട്ടുള്ള രൂപമാണ്. അപ്പോ പ്രകർഷേണയുള്ള ഖ്യാതി അല്ലെങ്കിൽ തേജസ്സോട് കൂടിയിട്ടുള്ള രൂപമായിട്ടാണ് ഇരിക്കുന്നത്. എങ്ങനെ? രവിപ്രഖ്യ, രവിയുടെ തേജസ്സോട് കൂടി. അപ്പോ സൂര്യ തേജസ്സോട് കൂടിയിട്ടാണ് ദേവി ഹൃദയസ്ഥാനത്തിരിക്കുന്നത്. അപ്പോ ശരിക്കും എന്താണ്? ആ ഹൃദയചക്രത്തില് അല്ലെങ്കിൽ അനാഹത ചക്രത്തില് ദേവി വാണരുളുന്നത് എങ്ങനെയാണ്? സൂര്യന്റെ പ്രഭയോട് കൂടിയാണ്. അപ്പോ ശിരസ്സില് ചന്ദ്രന്റെ പ്രഭയോട് കൂടിയിട്ടാണ്. അതുപോലെ നെറ്റിത്തടത്തില് മഴവില്ലിന്റെ കാന്തിയോട് കൂടിയിട്ടാണ്. ഹൃദയസ്ഥാനത്ത് സൂര്യ തേജസ്സോട് കൂടിയിട്ടാണ് ദേവി കുടികൊള്ളുന്നത് അനാഹത ചക്രത്തിൽ. അതാണ് ഹൃദയസ്ഥ രവിപ്രഖ്യ. ഇനി അടുത്ത മണിപ്പൂര ചക്രവും സ്വാധിഷ്ഠാന ചക്രവും പറയുന്നില്ല. അടുത്ത ചക്രം ഏതാണ്? ഹൃദയസ്ഥാനം കഴിഞ്ഞാൽ നാഭീചക്രമാണ് മണിപ്പൂര ചക്രം. അത് കഴിഞ്ഞാൽ താഴത്തെ സ്വാധിഷ്ഠാനമാണ് ജല തത്വമുള്ള ചക്രം. അത് രണ്ടും പറയുന്നില്ല. നേരെ പോകുന്നത് ത്രികോണാന്തര ദീപിക എന്നുള്ള നാമത്തിലേക്കാണ്. 597 നാമം ത്രികോണാന്തര ദീപിക. ഇവിടെ ദേവിയെ മൂലാധാര ചക്രത്തിലേക്കാണ് ഇവിടുന്ന് കൊണ്ടെത്തിക്കുന്നത്. മൂലാധാര പത്മത്തില് ത്രികോണത്തിന്റെ രൂപത്തില് അതിന്റെ ഉള്ളിൽ അഗ്നിമണ്ഡലത്തില് ദേവി സ്ഥിതി ചെയ്യുകയാണ്. അപ്പോ ത്രികോണാന്തര ദീപിക, അഗ്നിമണ്ഡലത്തില് ദേവി ത്രികോണാകൃതിയില്. അപ്പൊ 3 ശരിക്കും വാഗ്ഭവകൂടം, മധ്യകൂടം, ശക്തികൂടം എന്നുള്ള അതേ കൺസെപ്റ്റ് അനുസരിച്ച് തന്നെ. അതുപോലെ തന്നെ ബ്രഹ്മഗ്രന്ഥി, രുദ്രഗ്രന്ഥി, അത് കഴിഞ്ഞാൽ വിഷ്ണുഗ്രന്ഥി, അത് കഴിഞ്ഞാൽ ബ്രഹ്മഗ്രന്ഥി. അങ്ങനെ 3 ഗ്രന്ഥികളാണ്. ആ ഗ്രന്ഥിയുടെ ആ സ്ഥാനങ്ങളാണ് ഇവിടെ പറയുന്നത്. ഹൃദയവും ശിരസ്സും, അതുപോലെ തന്നെ ഭാരസ്ഥവും, അതുപോലെ ഹൃദയവും. അത് കഴിഞ്ഞാൽ നേരെ വരുന്നത്
ബേസ് ചക്രം, അതായത് ആധാര ചക്രത്തിലേക്കാണ് വരുന്നത്. അവിടെ ത്രികോണാന്തര ദീപികയായിട്ട്, ദീപിക എന്ന് പറഞ്ഞാൽ ദീപം പോലെ പ്രകാശിക്കുകയാണ്. അപ്പോ ആ കുണ്ടലിനി നമ്മൾ കണ്ടു. അത് ആ കുണ്ടലിനി ഇരിക്കുന്നത് എങ്ങനെ, ആ കുണ്ടത്തിനകത്ത് ദേവി ഇരിക്കുകയാണ്. ഇവിടെ ത്രികോണമായിട്ടാണ് സങ്കല്പിക്കുന്നത്. അതിനകത്ത് ജ്വലിക്കുന്ന ഒരു പ്രകാശം പോലെ തേജസ്സായിട്ട് ഈ പിണ്ടാണ്ട ശരീരത്തില് ദേവിയുടെ ആ കുണ്ടലിനി ശക്തി ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ത്രികോണാന്തര ദീപിക, മൂലാധാര പത്മത്തിലുള്ള ത്രികോണത്തിന്റെ ഉള്ളിൽ അഗ്നിമണ്ഡലത്തിൽ ദേവി അങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു ദീപം പോലെ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോ അതാണ് ഹൃദയസ്ഥ രവിപ്രഖ്യ ത്രികോണാന്തര ദീപിക. ഇനി ആ 7 നാമങ്ങൾ കഴിഞ്ഞതോടുകൂടി കുണ്ടലിനിയെ വിട്ടു മറ്റൊരു തരത്തിലേക്ക് പോവുകയാണ്. ദേവിയുടെ 598ാമത്തെ നാമം ദാക്ഷായണി എന്നാണ്. അതേ ശ്ലോകത്തിലെ ദാക്ഷായണി എന്ന നാമത്തിലേക്ക് പോവുകയാണ്. ഇവിടെ ദാക്ഷായണി എന്ന് പറഞ്ഞാൽ ദക്ഷന്റെ പുത്രി. അപ്പോ ദക്ഷ പ്രജാപതിയുടെ പുത്രിയായിട്ടുള്ള സതിയെയാണ് ഇവിടെ ദാക്ഷായണി എന്ന് പറഞ്ഞത്. ശരിക്കും ദക്ഷനുള്ള എല്ലാ പുത്രിമാരെയും ദാക്ഷായണി അർത്ഥത്തിൽ അത്രേ പറയുന്നുള്ളൂ. നമ്മൾ വിശദീകരിക്കും അതിന്. ദക്ഷന്റെ ഏറ്റവും പ്രശസ്തയായ പുത്രി എന്താണ്? മഹേശ്വരന്റെ പത്നിയായ സതി തന്നെയാണ്. അതുകൊണ്ട് ദാക്ഷായണി എന്ന് പറയുന്നത് സതിയെ മാത്രമായിട്ടാണ്. അതുകൊണ്ട് ദക്ഷന്റെ പുത്രിയായ ദാക്ഷായണിയാണ് ദേവി. ദക്ഷയാഗം കഥ ഇനി നമുക്ക് ദക്ഷയജ്ഞ വിനാശിനി എന്നുള്ള നാമം കാണുമ്പോൾ ഒന്ന് പെട്ടെന്ന് എല്ലാവർക്കും അറിയുന്നതാണെങ്കിലും പറയാം. അപ്പോ പരാശക്തിയുടെ അവതാരമാണ് സതി. ഓരോ ജന്മത്തിലും പരമശിവനെ പ്രാപിക്കാൻ വേണ്ടി പല രൂപങ്ങളിൽ ദേവി എന്നും ജനിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ദേവിയുടെ പ്രത്യേകത. അപ്പോ ഇവിടെ ദാക്ഷായണി, ആ ദക്ഷ പ്രജാപതി, ബ്രഹ്മാവിന്റെ മാനസപുത്രനായ ദക്ഷന്റെ പുത്രിയായിട്ട്, ദക്ഷ പ്രജാപതിയുടെ പുത്രിയായി ജനിച്ച ദാക്ഷായണി സതി തന്നെയാണ്. പരമേശ്വര പത്നിയായിട്ടുള്ള സതി തന്നെയാണ് ഇവിടെ ദാക്ഷായണി എന്ന് പറഞ്ഞാൽ. ഇനി 599ാമത്തെ നാമം ദൈത്യഹന്ത്രി. ദേവിയുടെ പലപ്പോഴും ദേവി വരുന്നത് എന്തിനാണ്, അവതരിക്കുന്നത് എന്തിനാണ്? യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ എന്ന് കൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെ എവിടെ എവിടെയൊക്കെ അധർമ്മങ്ങൾ ഉണ്ടാവുന്നു, അസുരന്മാർ ഈ വളരെ മോശമായ കൃത്യങ്ങളിൽ യാഗങ്ങളും മുനിമാരെയും അതുപോലെ തന്നെ എല്ലാ ജീവജാലങ്ങളെയും ബ്രഹ്മാണ്ടത്തിന്റെ സന്തുലിതാവസ്ഥയെ തന്നെ നശിപ്പിക്കുന്ന അവസ്ഥ വരുമ്പോൾ ദൈത്യഹന്ത്രിയായിട്ട് ദേവി വരുന്നു. ദൈത്യന്മാരെ വധിക്കുന്നവളായിട്ട് ദേവി വരുന്നു. ദുഷ്ടനിഗ്രഹണത്തിന് പല പല അവതാരങ്ങൾ ദേവി എടുത്തിട്ടുണ്ട്. മഹിഷാസുരനെ മർദ്ദിക്കാൻ ദേവി വന്നു. ഇവിടെ തന്നെ ദേവി എന്തിനാണ് വന്നത്? ഭണ്ഡാസുര വധോദ്യുക്തയായിട്ടാണ് ദേവി വന്നത് ഇവിടെ, അല്ലെ? ചിദഗ്നികണ്ഠ സംഭൂതയായിട്ട് ദേവി ഉയർത്തെഴുന്നേറ്റ് വരുന്നത് ഭണ്ഡാസുരനെ വധിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞാൽ മഹിഷാസുരനെ വധിക്കാൻ ദേവി രൂപമെടുത്തു, ശുംഭനെ വധിക്കാൻ ദേവി രൂപമെടുത്തു, നിശുംഭനെ വധിക്കാൻ ദേവി രൂപമെടുത്തു. അപ്പൊ ഇങ്ങനെ പല പല അസുര നിഗ്രഹത്തിന് വേണ്ടി പല പല സമയങ്ങളിൽ ദേവി രൂപമെടുത്ത് വരുന്നുണ്ട്. ദൈത്യഹന്ത്രിയാണ് ദേവി. അതുപോലെ തന്നെ സാധകന്റെ മനസ്സിലുള്ള രാക്ഷസീയമായ ചിന്തകളെയൊക്കെയും ദേവിയെ ഭജിച്ചു കഴിഞ്ഞാൽ മാറും. കാരണം ദൈത്യഹന്ത്രിയാണ് ദേവി. അതുകൊണ്ട് നമുക്ക് ദൈത്യഹന്ത്രിയെ നമ എന്നുള്ള ആ നാമം കഴിഞ്ഞ് 600ാമത്തെ നാമത്തിലേക്ക് പ്രവേശിക്കാം. ദക്ഷയജ്ഞ വിനാശിനി. ദക്ഷയജ്ഞ വിനാശിനി. അപ്പൊ 600ാമത്തെ നാമമാണ് ദക്ഷയജ്ഞ വിനാശിനി. അപ്പൊ ഇവിടെ ദക്ഷനെ യജ്ഞം ശരിക്കും ആരാണ് നശിപ്പിച്ചത്? പരമശിവനാണ് നശിപ്പിച്ചത്. പക്ഷെ അതിന് കാരണം ആരായിരുന്നു? സതിയായിരുന്നു, അല്ലെ? ദേവിയായിരുന്നു. പരമേശ്വര പത്നിയായിട്ടുള്ള ആ പരാശക്തിയായ ദേവി തന്നെയാണ് അതിന് കാരണം. ദക്ഷത എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീ ദക്ഷ. വിവേകാനന്ദനെയൊക്കെ പഠിപ്പിക്കുന്ന ഒരു പദ്യം ഉണ്ടായിരുന്നു കുട്ടിക്കാലത്ത്, 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ മറ്റോ. बेटा यह तो स्वामी जी है नाम विवेकानंद ग्रहण किया सन्यासीनों ने था शिक्षित परिवार तेज बुद्धि थी सुंदर तन था ही ദക്ഷത അപാർ. ദക്ഷത എന്ന് പറഞ്ഞാൽ വളരെ ശക്തിയും ബുദ്ധിയുടെ ആ കഴിവിനെയാണ് ദക്ഷത എന്ന് പറയുന്നത്. വളരെ കേപ്പബിൾ ആയിട്ടുള്ള ആളായിരുന്നു ദക്ഷൻ. അതുകൊണ്ടാണ് പേര് തന്നെ ദക്ഷൻ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ദക്ഷൻ മോശക്കാരനോ അല്ലെങ്കിൽ കഴിവില്ലാത്തവനോ ആയിരുന്നില്ല. വളരെ വലിയ ശക്തിമാനായിരുന്നു ദക്ഷൻ. അതുപോലെ തന്നെ വളരെ എന്ത് നടപ്പാക്കാനുള്ള ചാതുര്യമുള്ള ദക്ഷതയുണ്ടായിരുന്നു ദക്ഷന്. പക്ഷെ ആ ദക്ഷൻ എന്ത് പറ്റിപ്പോയി? ദക്ഷന് അഹങ്കാരം വന്നു, സഹിക്കാൻ പറ്റാത്ത അഹങ്കാരം വന്നു. ഒരു പ്രാവശ്യം സദസ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ ശിവൻ തന്നെ കണ്ട് ശിവനെ കല്യാണം കഴിച്ചു കൊടുക്കാൻ ഒരിക്കലും സതിയെ കല്യാണം കഴിച്ചു കൊടുക്കാൻ ഒരിക്കലും താല്പര്യമുണ്ടായിരുന്നില്ല.
ദക്ഷന്. പക്ഷേ അത് എന്നാലും നിർബന്ധപൂർവം ചെയ്യേണ്ടി വന്നു. അങ്ങനെ സദസ്സിലേക്ക് വരുന്ന തന്നെ തന്റെ എന്താ പറയാ ജാമാതാവായിട്ടുള്ള ശിവൻ ആ, എണീറ്റ് നിന്നിട്ട് തന്നെ എല്ലാ രാജന്മാരും ദേവന്മാരും ബ്രഹ്മാവ് ഒഴികെയുള്ള ബ്രഹ്മാവിന്റെ പുത്രനാണ് ദക്ഷൻ, എല്ലാവരും എഴുന്നേറ്റ് നിന്ന് വന്ദിക്കുമ്പോൾ ശിവൻ ചെയ്യാത്തപ്പോ ശിവനോട് ഒരു പെട്ടെന്ന് തന്നെ ആ ഉള്ളിലുള്ള കോപം വീണ്ടും കൂടുകയും അങ്ങനെ വലിയൊരു യാഗം ശിവനെ വിളിക്കാതെ നടത്തുകയും അതിലേക്ക് സതി പോവുകയാണ് അച്ഛന്റെ യാഗം അറ്റൻഡ് ചെയ്യാൻ. ആ യാഗസ്ഥാനത്ത് വെച്ചിട്ട് അപമാനിതയായ സതി ആ, ആ, തന്റെ തന്നെ ആ, എന്താ പറയാ തേജസ്സാവുന്ന അഗ്നിയില് സ്വയം ജ്വലിച്ച് അങ്ങനെ തന്റെ ശരീരത്തെ ദഹിപ്പിച്ച് കളയുകയാണ്. ആ സമയത്ത് വളരെയധികം കോപാകുലനായിട്ടുള്ള ശിവൻ പ്രത്യക്ഷപ്പെടുകയും വീരഭദ്രനെ രക്ഷഗർവവും തീർത്തു വീരഭദ്രനെ കൊണ്ടു തൽക്ഷണം ജീവൻ നൽകി യാഗവും മുടിച്ചുടൻ. വീരഭദ്രനെ തന്റെ ജടയിൽ തല്ലിയിട്ട് വീരഭദ്രനും ഭദ്രകാളിക്കും അത് ജന്മം കൊടുത്ത് വീരഭദ്രനെ കൊണ്ട് തൽക്ഷണം വീരഭദ്രന് ജീവൻ നൽകിയിട്ട് യാഗവും മുടിച്ചുടൻ. യാഗം മുടിച്ചു എന്ന് പറഞ്ഞത്. അപ്പോ കാരണകാരിണി ആരായിരുന്നു? അതിനൊക്കെ ദക്ഷയജ്ഞനെ വിനാശം നടത്തിയത് ആരായിരുന്നു? ശിവനായിരുന്നു. എങ്കിലും അതിന് കാരണം സതിയായിരുന്നു. അതുകൊണ്ട് ദേവിയെ ദക്ഷയജ്ഞ വിനാശിനി എന്ന് പറയും. ഇനി ദക്ഷ പ്രജാപതിക്ക് 16 പുത്രിമാരുണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ ദാക്ഷായണിമാരാണ്. 13 പേരെ ധർമ്മൻ എന്ന പ്രജാപതിക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. 14-ാമത്തെ സ്വാഹ അഗ്നിദേവന് കൊടുത്തു. 15-ാമത്തെ സ്വധയെ പിതൃദേവന് കൊടുത്തു. 16-ാമത്തെ സതിയെ പരമശിവൻ കൊണ്ടുപോയി. ഇഷ്ടമുണ്ടായിരുന്നില്ല എങ്കിലും പരമശിവന് വിവാഹം കഴിച്ചു കൊടുക്കുകയാണ്. അപ്പോ ഇങ്ങനെ എത്ര വലിയ ആഢ്യനാണെങ്കിലും തന്റെ ആ അഹങ്കാരം വന്നു കഴിഞ്ഞാൽ ഞാൻ ദൈവത്തിന് തുല്യമാണ്, ശത്രു സംഹാരം എനിക്ക് നടത്താൻ പറ്റും, എനിക്ക് ഒരു ദൈവത്തിന്റെയും ആവശ്യമില്ല, ഭഗവാന്റെ എല്ലാ കൃപയും എന്നിലുണ്ട്, ഞാൻ തന്നെ ഭഗവാനാണ് എന്നുള്ള ആ ഒരു ധാർഷ്ട്യമായിരുന്നു ആർക്കുണ്ടായിരുന്നത്? ദക്ഷനുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ദക്ഷന് മരിക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ ദക്ഷന്റെ യാഗം മുടങ്ങി, ദക്ഷന്റെ തല എടുത്ത് പിന്നെ സതീദേവി പ്രാർത്ഥിച്ചപ്പോൾ ആടിന്റെ തല വെച്ച് വീണ്ടും ജീവൻ കൊടുത്തു എന്നുള്ളതാണ്. അപ്പോ ഈ ദക്ഷ പ്രജാപതിക്ക് തന്നെ അതിനുശേഷം സപ്തർഷിമാരുടെ ശാപം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ സപ്തർഷിമാരുടെ ശാപം കിട്ടിയിട്ട് ഈ സപ്തർഷികളുടെ ശാപത്താൽ ദക്ഷ പ്രജാപതി ദക്ഷൻ എന്നുള്ള പേരിൽ, അവിടെ പ്രജാപതി ഇല്ല, ദക്ഷൻ എന്ന പേരോടുകൂടി പ്രാചീന ബർഹിസിന്റെ മകനായിട്ടുള്ള പ്രജേതസിന്റെ പുത്രനായി ജനിക്കുന്നുണ്ട്. ഇത് ഭാഗവതത്തില് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ പ്രജേതസിന്റെ പുത്രൻ, അവിടെ എത്ര മക്കളാണ് ദക്ഷനുള്ള? അസിക്നി എന്നുള്ള പത്നിയില് ആ ദക്ഷനുള്ളത് 60 പുത്രിമാരാണ്. 60 പുത്രിമാരില് 10 പുത്രിമാരെ ധർമ്മദേവന് വിവാഹം ചെയ്തു കൊടുത്തു. 13 കന്യകമാരെ കശ്യപ പ്രജാപതിക്ക്, അവിടെയാണ് അതിഥി, ദിതി, കദ്രു, വിനത ഇങ്ങനെയുള്ള എല്ലാ പിന്നെ പുത്രിമാരെയും കശ്യപ പ്രജാപതിക്ക് കശ്യപന് വിവാഹം ചെയ്തു കൊടുക്കുകയാണ്. അപ്പൊ കശ്യപന് വിവാഹം ചെയ്തു കൊടുക്കുന്ന അവിടുന്നാണ് ദേവന്മാരുണ്ടാവുന്നത്. അതിഥിയിൽ നിന്നും ദേവന്മാരും, ദിതിയിൽ നിന്നും അസുരന്മാരും, കദ്രുവിൽ നിന്ന് നാഗങ്ങളും, അതുപോലെ തന്നെ വിനതയിൽ നിന്ന് പക്ഷികളും, പിന്നെ അങ്ങനെ മൃഗങ്ങളും എല്ലാം ഉണ്ടായിത്തീരുന്നത് ഈ 13 കന്യകമാരിൽ നിന്നാണ്. അത് ദക്ഷന്റെ പുത്രിമാരുടെ ആണ്. നമ്മുടെയൊക്കെ വംശം അങ്ങനെയാണ് കശ്യപ വംശമായി മാറിയത്. അപ്പോ 27 കന്യകമാര് ബാക്കി വരുന്നത്. അപ്പൊ 10 ധർമ്മദേവന് കൊടുത്തു, 13 ഈ കശ്യപന് കൊടുത്തു, 27 ചന്ദ്രന്. 27 കലകളായിരുന്നു അല്ലെ? അപ്പൊ നമുക്ക് സോമനാഥ ക്ഷേത്രത്തിൽ പോയവർക്ക് അറിയാം എന്തുകൊണ്ടാണ് സോമേശ്വരനായിട്ട് അവിടെ വരേണ്ടി വന്നതെന്നൊക്കെ. അപ്പോ 27 പുത്രിമാരെ തന്റെ ഓരോ നക്ഷത്രങ്ങളെയും, ഓരോ 27 നക്ഷത്രങ്ങള്, നാളെ 27 എന്ന് പ്രഥമ മുതൽ അല്ല അശ്വതി മുതൽ അവസാനം വരെയുള്ള എല്ലാ നക്ഷത്രങ്ങളും ആ ദേവികളാണ്. ആ ദേവികളെ മുഴുവൻ ചന്ദ്രന് വിവാഹം കഴിച്ചു കൊടുത്തു. അതിനുശേഷം 4 കന്യകമാരെ അരിഷ്ടനേമിക്ക് വിവാഹം ചെയ്തു കൊടുത്തു. അത് കഴിഞ്ഞാൽ 2 കന്യകമാരെ അങ്കിരസ് മഹർഷിക്ക് വിവാഹം ചെയ്തു കൊടുത്തു. പിന്നെ 2 കന്യകമാരെ കൃശസ്വാവ് എന്ന അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുത്തു. പിന്നെ 2 കന്യകമാരെ ബാക്കി വരുന്നത് ഭൃഗു മുനിക്ക് വിവാഹം ചെയ്തു കൊടുത്തു. അപ്പോ 10 ധർമ്മദേവന്, 13, അപ്പോ 23 27 പ്ലസ് ചന്ദ്രന് പ്ലസ് 4 പ്ലസ് 2 പ്ലസ് 2 പ്ലസ് 2 60. അപ്പോ നമ്മൾക്ക് എപ്പോഴും സംശയം വരാൻ പാടില്ല, അയ്യോ ദക്ഷ പ്രജാപതിക്ക് 14
പിന്നെ പുത്രിമാരാണെന്ന് പറയുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയാ 60 പുത്രിമാരും ഭാഗവതത്തിൽ പറയുന്നത്? അത് രണ്ടും ദക്ഷ പ്രജാപതി ബ്രഹ്മപുത്രനാണ്. അതുപോലെ തന്നെ ഇവിടെ പ്രചേതസിന്റെ മകനായിട്ട് ദക്ഷൻ എന്ന പേരില് ആ, പുനർ ആ, ഉ- പുനർജനിക്കുന്നതാണ്. സോറി, പുനർജനിക്കുന്നതാണ് വീണ്ടും ദക്ഷൻ എന്ന പേരില്. ആ ദക്ഷനാണ് 60 മക്കളുള്ളത്, 60 പുത്രിമാരുള്ളത്. അങ്ങനെ ആ ദക്ഷയജ്ഞ വിനാശിനി എന്നുള്ള നാമത്തോടു കൂടി ആ ശ്ലോകം അവസാനിക്കുകയാണ്. 121 ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം നമുക്ക്. ധരാന്തോളിത ദീർഘാക്ഷി ധരഹാസോജ്വലന്മുഖി ഗുരുമൂർത്തിർഗുണനിധി ഗോമാതാ ഗുഹജന്മഭൂ. ധരാന്തോളിത ദീർഘാക്ഷി ധരഹാസോജ്വലന്മുഖി ഗുരുമൂർത്തിർഗുണനിധിർ ഗോമാതാ ഗുഹജന്മഭൂ. 121 ശ്ലോകത്തില് 601 മുതൽ 606 വരെയുള്ള 7 നാമങ്ങളാണ്. അപ്പൊ ഓരോ നാമങ്ങളായിട്ട് നമുക്ക് നോക്കാം. ധരാന്തോളിത ദീർഘാക്ഷി. അപ്പൊ എന്താണ് ധരം? ധരം എന്ന് പറഞ്ഞാൽ ശരിക്കും അല്പം, കുറച്ച്, അല്ലെങ്കിൽ വിടവ്, ഇങ്ങനെ ഒരു ചെറിയ വിടവ് എന്നൊക്കെ പറയാം. അല്പം, വിടവ് എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. വേറെ ഭയം എന്നുള്ള അർത്ഥമുണ്ട്, ശത്രു എന്നുള്ള അർത്ഥമുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് അല്പം, വിടവ് എന്നുള്ള അർത്ഥം എടുത്ത് നോക്കാം. അപ്പൊ ധരം, അല്പം. ആന്തോളനം എന്ന് പറഞ്ഞാൽ അറിയാം. ആന്തോളനം എന്ന് പറഞ്ഞാൽ എന്താണ്? ചലനം. ചലനത്തിനെയാണ് ആന്തോളനം എന്ന് പറയാം. ആന്തോളിക എന്ന് സംസ്കൃതത്തിൽ പറഞ്ഞാൽ ഊഞ്ഞാലാണ്. അപ്പൊ ദേവിയൊക്കെ ഷോഡശോപചാര പൂജ ചെയ്തിട്ട് ഇരുത്തുമ്പോ ആ ദേവിയെ ഉപചാരപൂർവ്വം ഊഞ്ഞാലിൽ ഇരുത്തുന്നതായിട്ട് സങ്കല്പിക്കുന്ന പൂജകളൊക്കെ ഉണ്ട്, ഊഞ്ഞാലിരുന്ന് ആട്ടുന്നതൊക്കെ ആയിട്ട്. അപ്പോ ധര ആന്തോളനം എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും ചെറുതായിട്ട് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനത്താണ്? എന്താ പറയുന്നത് അവിടെ? ധരാന്തോളിത ദീർഘാക്ഷി. ദീർഘമായ അക്ഷികളാണ് ദേവിയുടെ. പക്ഷേ ധരമായിട്ട് വളരെ കുറച്ച് വളരെ പതുക്കെ ചലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിടവുമാണല്ലോ. അക്ഷികളിൽ കൃഷ്ണമണിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ആ അക്ഷികളിലെ കൃഷ്ണമണി ചലിക്കുമ്പോ എന്താണ്? ആ ചെറിയ വിടവിലൂടെ അങ്ങ് പതുക്കെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ധരാന്തോളിത ദീർഘാക്ഷികളൊക്കെ ഇപ്പോ ചാക്കിൽ മൂടിപ്പെട്ട് നടക്കുന്നവരാണ്, കണ്ണു മാത്രം ഇങ്ങനെ തുറന്നിട്ടുള്ളത്. അപ്പൊ ദേവിയാണ് ധരാന്തോളിത ദീർഘാക്ഷി. അപ്പോ ശരിക്കും എങ്ങനെയാണ് പറയുന്നത്? നീണ്ട കണ്ണുകളുള്ള, എന്നാൽ പതുക്കെ ചലിക്കുന്ന. എന്തിനാണ് ദേവിയുടെ കൃഷ്ണമണികൾ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നത്? ചലൻ മീനാഭലോചന എന്ന് പറഞ്ഞപ്പോ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഒരുപാട് നാമങ്ങളില് നമ്മൾ കണ്ടു കഴിഞ്ഞു. ദേവി തന്റെ ഭക്തരെ കടാക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന, മീനുകളെ പോലെ സദാ ചലിച്ചുകൊണ്ടിരിക്കുന്ന, പതുക്കെ ചലിച്ചുകൊണ്ടിരിക്കുന്ന നയനങ്ങളാണ് ദേവിയുടെ. അതുകൊണ്ടാണ് സൗന്ദര്യത്തിന്റെ ലക്ഷണമാണത്. അത് മാത്രമല്ല, ഭക്തരെ ആശീർവദിക്കാനുള്ള, കടാക്ഷിക്കാനുള്ള ദേവിയുടെ ആ ത്വര കൂടിയാണ് ആ ചലനത്തെ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇപ്പൊ ചഞ്ചലാക്ഷിയാണ് ദേവി, വളരെ ചഞ്ചലമായിട്ടുള്ള അക്ഷികളോട് കൂടിയാണ്. ഇനി ഇപ്പൊ ശരിക്കും നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ ദേവിയുടെ എത്ര നാമങ്ങളാണ്. വക്ത്രലക്ഷ്മി പരീവാഹ ചലന്മീനാഭലോചന എന്ന് കണ്ടു നമ്മൾ ഒരു നാമത്തില്. വക്ത്രലക്ഷ്മിയിലെ മുഖത്ത് എന്താണ്? ചലന്മീനാഭലോചന, ചലിച്ചുകൊണ്ടിരിക്കുന്ന മീനുകളുടെ ആഭ പോലെയുള്ള ലോചനങ്ങളോട് കൂടിയവൾ എന്നൊരു നാമം കണ്ടു. വാമനയന എന്ന് ദേവിയുടെ നാമം കണ്ടു. മതകൂർണിത രക്താക്ഷി എന്ന് കണ്ടു. മതിച്ച് ആ ദേഷ്യത്തോടു കൂടിയുള്ള ദേവിയുടെ കണ്ടു. ലോലാക്ഷി എന്ന് കണ്ടു നമ്മള്. ത്രിനയന എന്ന് കണ്ടു നമ്മള്. അതുപോലെ ത്രംബക എന്ന് കണ്ടു നമ്മള്. വിശാലാക്ഷി എന്ന് കണ്ടു നമ്മള്. കാമാക്ഷി എന്ന് കണ്ടു നമ്മള്. അത് കഴിഞ്ഞാൽ പിന്നെ എത്ര നാമങ്ങളാണ്. ഇനി ഏറ്റവും കൂടുതൽ ദേവിയെ വിശേഷിപ്പിക്കുന്നത് കണ്ണുകളാലാണ്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ദ്രിയമാണ് കണ്ണ്. ആ കണ്ണുകളാലാണ് നമ്മളെല്ലാം ദർശിക്കുന്നത്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ നമ്മുടെ ഉള്ളിലേക്ക് ആ സങ്കല്പമായിട്ട് നമ്മുടെ ബുദ്ധിയിലേക്ക് പകർന്നു കൊടുക്കുന്നത് കണ്ണുകൾ കൂടെയാണ്. അതുകൊണ്ട് ആ കണ്ണുകളുടെ ഒരുപാട് നാമങ്ങൾ ദേവിയുടെ ഉണ്ട്. അപ്പൊ ദേവിയുടെ ഇവിടെ ധരാന്തോളിത ദീർഘാക്ഷി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പതുക്കെ ചലിക്കുന്ന നയനങ്ങളോടുകൂടി, നീണ്ട നയനങ്ങളോട് കൂടിയവളാണ് ദേവി. ആ ദേവിക്ക് നമസ്കാരം. ഇനി ധരം എന്നുള്ളതിന് ഭയം എന്നുള്ളതാണ് അർത്ഥം എടുക്കാന്ന് കരുതുക. അപ്പോ ഭയത്തെ ആന്തോളനം ചെയ്യാൻ ആട്ടുക. അപ്പൊ ആട്ടിപ്പായിക്കുന്ന, മാറ്റുന്ന, നിർമാർജനം ചെയ്യുന്ന കക്ഷികളാണ് ദേവിയുടെ. അപ്പോ ധരം എന്നുള്ളതിന് ഭയം എന്നുള്ള അർത്ഥം എടുത്തു കഴിഞ്ഞാൽ ഭക്തചിത്തങ്ങളിലെ ഭയത്തെ നിർമാർജനം ചെയ്യുന്ന കണ്ണുകളോട് കൂടിയവളാണ് ദേവി. അതുകൊണ്ടും ദേവി ധരാന്തോളിത
ദീർഘാക്ഷിയാണ്. എത്ര നല്ല നാമമാണ് നോക്കൂ. ഒരേ നാമത്തിന് രണ്ടർത്ഥങ്ങളാണ്. രണ്ടർത്ഥവും വളരെ മനോഹരമായിട്ട് യോജിക്കുന്ന അർത്ഥങ്ങളാണ്. അപ്പോ ധരാന്തോളിത ദീർഘാക്ഷി. ഇനിയോ 602 നാമം ദരഹാസോജ്വലന്മുഖി. ദരഹാസോജ്വലന്മുഖി. ദരഹാസം, ദരം എന്ന് പറഞ്ഞാൽ അല്പം നമ്മൾ കണ്ടു. രണ്ട് ഭയം, അല്പം, രണ്ട് നാമങ്ങൾ കണ്ടു. അപ്പോ ദരം എന്ന് പറഞ്ഞാൽ അല്പമായിട്ടുള്ള ഹാസം. എന്താണ്? മന്ദഹാസം. ദേവി അല്പമായിട്ട് ഇങ്ങനെ മന്ദഹസിക്കുകയാണ്. ആ ദേവിയുടെ പുഞ്ചിരി പൂപ്പുഞ്ചിരിയാണത്. അപ്പോ മന്ദഹാസം കൊണ്ട്, ദരഹാസം കൊണ്ട് ഉജ്ജ്വലമായ മുഖമുള്ളവൾ, ശോഭിക്കുന്ന മുഖമുള്ളവൾ. ദരഹാസോജ്വലൻ മുഖി. മന്ദഹാസത്താൽ, ദരം ചെറിയ ഹാസത്താൽ, മന്ദഹാസത്താൽ ഉജ്ജ്വലമായിട്ട് ശോഭിക്കുന്ന, അങ്ങനെ ആ തേജസ് ഇങ്ങനെ വഴിഞ്ഞൊഴുകാണ് ദേവി പുഞ്ചിരിക്കുമ്പോ. ആ മുഖമുള്ളവളായ ദേവി, ആ ദേവിക്ക് നമസ്കാരം. ഇനി ദരഹാസത്തിന് ദരം എന്നുള്ളത് ഭയം എന്നുള്ളതാക്കുക. അപ്പൊ എന്താണ്? ഭയം ജനിപ്പിക്കുന്ന ഹാസം. എന്താണത്? അട്ടഹാസം അല്ലേ? ശരിക്കും ദേവി പറയുന്നുണ്ട്, ഞാൻ ഈ മധു കുടിച്ചു തീർത്തോട്ടെ, അതിനുശേഷം ഞാൻ അട്ടഹസിക്കും, നീ ഇപ്പൊ അട്ടഹസിച്ചോ, പിന്നെ നീ കരയും എന്നാണ് പറയുന്നത്. അപ്പൊ ദേവി അട്ടഹസിക്കുന്ന, ആ ഭയപ്പെടുത്തുന്ന ആ ദേവിയുടെ ആ ചിരി, അതാണ് അട്ടഹാസം, ഭയം ജനിപ്പിക്കുന്ന ഹാസം. അത് ശത്രുക്കളെ വധിക്കാൻ അട്ടഹസിച്ച് നിൽക്കുന്ന ദേവി. അപ്പോൾ ശരിക്കും ദേവിയുടെ രണ്ട് മുഖങ്ങളാണ് ഇവിടെ. ദരഹാസുജ്വലന്മുഖി എന്നുള്ള ഈ നാമത്തിലൂടെ ആ എല്ലാ ഭയങ്ങളെയും മാറ്റുന്ന ആ ദേവി, മന്ദഹാസം ഇങ്ങനെ ചൊരിഞ്ഞുകൊണ്ട് നിൽക്കുന്ന പൂനിലാവ് പോലത്തെ മുഖകാന്തിയുള്ള ദേവി, അതുപോലെ തന്നെ അട്ടഹാസത്തോടു കൂടി നിൽക്കുന്ന ദേവി. ശരിക്കും എങ്ങനെയാണ്? ഉജ്ജ്വലമായിട്ട് ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. രണ്ടും ഒരേ നാമമാണ്. ഇവിടെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന രൂപമായിട്ടുള്ള ദേവി, ആ ദേവിക്ക് നമസ്കാരം. അപ്പോ ഈ നാമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് രണ്ട് രൂപങ്ങളും ഇങ്ങനെ ദേവിയുടെ ഓർമ്മ വരും. ആ പൂർണ്ണചന്ദ്രനെ പോലെ പുഞ്ചരിച്ച് നിൽക്കുന്ന ദേവിയും, അതുപോലെ തന്നെ അഗ്നിപർവ്വതം പോലെ അട്ടഹസിച്ച് നിൽക്കുന്ന ദേവിയും, രണ്ട് രൂപവും ഓർമ്മ വരും. ഇനി 603 നാമത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഗുരുമൂർത്തി. ഗുരുമൂർത്തി എന്ന് പറഞ്ഞാൽ ശരിക്കും ഗുരു തന്നെ മൂർത്തിയായവൾ. ഗു എന്ന് പറഞ്ഞാൽ ആ ബീജാക്ഷരം ശരിക്കും എന്തിനെയാണ്? അന്ധകാരത്തിനെയാണ് പറയുന്നത്. ബീജാക്ഷരമായിട്ടുള്ള ഗു എന്നുള്ള സംസ്കൃത ശബ്ദത്തിന് അന്ധകാരം എന്നുള്ള അർത്ഥമാണ്. രു എന്നുള്ളത് നിരോധിക്കുക, അതിനെ, അതാണ്. അപ്പൊ ഗുരു എന്ന് പറഞ്ഞാൽ ശരിക്കും അന്ധകാരത്തെ നിരോധിക്കുന്നവനാണ്. ശരിക്കും ആരാണ് ഗുരു? നമ്മൾക്കൊക്കെ നമ്മുടെ ഹൃദയാന്ധകാരത്തിനെ മാറ്റിയിട്ട് അതിലേക്ക് ജ്ഞാനത്തിന്റെ വെളിച്ചം പകർന്നു തന്ന് സന്മാർഗത്തിലൂടെ നയിച്ച് നമ്മളെ കൈവല്യ പദത്തിലേക്ക് എത്തിക്കുക എന്നുള്ള കാര്യം ആരാണ് ചെയ്യുന്നത്? ഗുരുവാണ് ചെയ്യുന്നത്. ശരിക്കും ദേവി തന്നെയാണ് ഗുരു. അത് നമുക്കറിയാം. ഈശ്വരനെന്നും ഗുരുവെന്നും രണ്ടില്ല, നിശ്ചയിച്ചോർക്കുമ്പോൾ ഒന്നു തന്നെ. ഈശ്വര എന്നു വണങ്ങുന്നേപ്പോഴും നിത്യം ഗുരുപാദം കുമ്പിടുന്നേൻ. ഗുരുവന്ദനം എത്ര മനോഹരമായ! എല്ലാ ജന്മാഷ്ടമി നമ്മളുടെ പൂജയ്ക്ക് വെക്കുന്ന സമയത്ത് നമ്മളെ എപ്പോഴും ഈ ശ്ലോകം ഷെയർ ചെയ്യാറുണ്ട് വാട്സപ്പ് കൂടെ. ഗുരുവന്ദനമാണിത്. ഗുരുവന്ദനത്തില് ഈശ്വരൻ എന്നും ഗുരുവെന്നും രണ്ടില്ല, നിശ്ചയിച്ച് ഓർക്കുമ്പോൾ ഒന്നു തന്നെയാണ്. ഈശ്വര എന്ന് വണങ്ങുന്നതിന് നിത്യം ഗുരുപാദം കുമ്പിട്ടാലും മതി എന്നുള്ളതാണ്. അപ്പൊ ഗുരു പ്രത്യക്ഷനാണ് നമുക്ക്. അപ്പോ ദേവി തന്നെയാണ് ഗുരു. സകല ഗുരുക്കളായിട്ട് വിരിക്കുന്നത് ദേവി തന്നെയാണ്. ഇനി മനുഷ്യനായിട്ട് എടുക്കുകയാണെങ്കിൽ അതും ദേവി, ഗുരു ദേവി തന്നെയാണ്. ആ ഈശ്വര ചൈതന്യം തന്നെയാണ് ദേവി. ശരിക്കും ദേവി, അതുപോലെ മന്ത്രം, അതുപോലെ ഗുരു, അതുപോലെ ശ്രീചക്രം, ഇതൊന്നും ഭേദമല്ല. ദേവി തന്നെയാണ്. ദേവിയുടെ ശരിക്കും എന്താണ്? ശബ്ദ ശരീരമാണ് മന്ത്രം, അല്ലെ? ഏത് മന്ത്രങ്ങൾ എടുത്താലും ദേവിയുടെ ശബ്ദ ശരീരമാണ്. ഇനി യന്ത്രം എടുക്കുക എന്ന് കരുതുക, ശ്രീചക്രം. അതുപോലെ പ്രപഞ്ച സ്വരൂപിണിയായ ദേവിയുടെ മാതൃകയാണ് ശ്രീചക്രം. അപ്പോ ഒന്ന് രൂപം കാണിച്ചു തരുന്നു, ഒന്ന് ദേവിയുടെ ശബ്ദം കാണിച്ചു തരുന്നു. മറ്റതോ ഗുരു എന്താ ചെയ്യുന്നത്? ശിവന്റെയും ശക്തിയുടെയും ഐക്യരൂപമാണ് ശരിക്കും ഗുരു. അപ്പോ ശിവനാകുന്ന ജ്ഞാനം, അതുപോലെ ശക്തിയാകുന്ന വിവേചനം, ഇത് രണ്ടും കൂടിയാലാണ് ഗുരു ആവുള്ളൂ. ശിവനാകുന്ന ജ്ഞാനത്തിന്റെ അർത്ഥമായിട്ട് പ്രതിഫലിക്കുന്നത് ആ ശക്തിയാകുന്ന അത് പ്രതിഫലിക്കണം ആ ശക്തിയായിട്ട്. അപ്പോഴാണ് അത് രണ്ടും കൂടിച്ചേരുമ്പോൾ കിട്ടുന്ന ജ്ഞാനമാണ് ഗുരു എന്ന് നമുക്ക് പകർന്നു തരുന്നത്. അതുകൊണ്ട് ഗുരു എന്താണ്? ശരിക്കും
ആ ശിവനും ശക്തിയും അതുപോലെ തന്നെ ആ ബ്രഹ്മവും ആ ബ്രഹ്മം അറിയാനുള്ള ജ്ഞാനവും അത് രണ്ടും ശരിക്കും അറിഞ്ഞ ആളാണ് ഗുരു. ആ ഗുരു നമ്മളെയും ബ്രഹ്മജ്ഞാനത്തിലേക്ക് കൈ പിടിച്ചുയർത്തും. അതുകൊണ്ട് ദേവി ഗുരുമൂർത്തി, ഗുരുവിന്റെ മൂർത്തിമത് ഭാവമായിരിക്കുന്നത് എല്ലാ ഗുരുക്കന്മാരും ദേവി തന്നെയാണ് എന്ന് പറയുന്നു. ശരിക്കും സ്കന്ദപുരാണത്തില് ഗുരുഗീതയുണ്ട്. അതിനകത്താണ് ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണുർ ഗുരുർ ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമ എന്ന് പറയുന്നത് അല്ലെ. അപ്പോ ഗുരു തന്നെയാണ് ബ്രഹ്മാവ്, ഗുരു തന്നെയാണ് വിഷ്ണു, ഗുരു തന്നെയാണ് പരമേശ്വരനും എന്ന് പറയുന്നത്. ശരിക്കും ആ ഗുരുവിനെയാണ് നമ്മൾ നമസ്കരിക്കുന്നത്. അതുകൊണ്ട് ശരിക്കും ഗുരു കോപിച്ചു കഴിഞ്ഞാൽ, അതിനകത്ത് വേറൊരു ശ്ലോകം കൂടിയുണ്ട്, ഹരി കോപിച്ചു കഴിഞ്ഞാൽ ഗുരു രക്ഷിക്കും, ഗുരു കോപിച്ചു കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല എന്ന്. ഇന്ദ്രന് പലപ്പോഴും സംഭവിച്ചിട്ടുള്ളതാണ് അല്ലെ. ഇന്ദ്രന്റെ ഗുരു ഇല്ലാതായപ്പോ എല്ലാം നഷ്ടപ്പെട്ടു പോയി. എന്നിട്ട് ഗുരു തന്നെ പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. അപ്പോ ദൈവകോപം ഉണ്ടായിക്കഴിഞ്ഞാലും ഗുരു അതിന് പ്രായശ്ചിത്തം പറഞ്ഞു തരും. പക്ഷെ ഗുരുകോപം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു രക്ഷയുമില്ല എന്നാണ് പറയുന്നത് സ്കന്ദപുരാണത്തിലെ ഗുരുഗീതയില്. 101 ശ്ലോകങ്ങളുണ്ട്. അതിനകത്തുള്ള ഒരു ശ്ലോകമാണ് ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു എന്നുള്ളത്. അപ്പോ ഗുരുമൂർത്തിയാണ് ദേവി. അതുകൊണ്ട് നന്മയേറിയ ഗുരുക്കന്മാരൊക്കെ കാണുമ്പോൾ പ്രണമിക്കുക, അവരുടെ നമ്മൾക്ക് അവരിൽ നിന്ന് ഗ്രഹിക്കാൻ പറ്റുന്നതൊക്കെ ഗ്രഹിക്കുക, എന്നിട്ട് കൈവല്യപദത്തിലേക്ക് മുന്നേറാൻ ശ്രമിക്കുക. ഗുരുമൂർത്തി നമ എന്നിവിടെ നമുക്ക് പ്രാർത്ഥിക്കാം. എന്നിട്ട് അടുത്ത നാമത്തിലേക്ക് പോവാം. ഗുണനിധി. 644 നാമം ഗുണനിധി. എല്ലാ ഗുണങ്ങൾക്കും ഇരിപ്പിടം. നിധി എന്ന് പറഞ്ഞാൽ എന്താണ്? ആസ്ഥാനമാണ്. എല്ലാത്തിന്റെയും എല്ലാം ഇരിക്കുന്ന ആസ്ഥാനത്തെയാണ് നിധി എന്ന് പറയുന്നത്. അപ്പോ ഗുണങ്ങൾക്കൊക്കെ നിധിയാണ്, ആസ്ഥാനമാണ് ദേവി, ഇരിപ്പിടമാണ് ദേവി. എല്ലാറ്റിനും ഇരിപ്പിടമാണ്. എന്തൊക്കെ ഗുണമുണ്ടോ ഈ ബ്രഹ്മാണ്ടത്തില്, സത്വഗുണം രജോ ഗുണം തമോ ഗുണം ആദ്യമായിട്ട് പറയുന്നതാണ്. ആ 3 ഗുണങ്ങളും ദേവി തന്നെയാണ്. ഇനി അഷ്ടഗുണങ്ങളുണ്ട്. അത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഭൂതദയ, ക്ഷമ, അസൂയയില്ലായ്മ എന്ന് വെച്ചാൽ അനസൂയ, അകാർപ്പണ്യം, ശൗചം, അനായാസം, മംഗളം, അസ്പൃഹ, ഇതൊക്കെ അഷ്ടഗുണങ്ങളാണ്. ഈ അഷ്ടഗുണങ്ങളൊക്കെയും ദേവി തന്നെയാണ്. അതിന്റെയൊക്കെ നിധിയായിരിക്കുന്ന ആസ്ഥാനം ദേവി തന്നെയാണ്. ഇനി ഒരു ഗുണം എന്ന് പറഞ്ഞാൽ കയറ് എന്നൊരർത്ഥമുണ്ട് സംസ്കൃതത്തില്. അപ്പോ മത്സ്യാവതാര സമയത്ത് അല്ലെ, പ്രളയത്തില് ആ സമയത്ത് പിന്നെ വൈവസ്വത മനുവിനോട് വിഷ്ണു രൂപിയായിട്ടുള്ള മത്സ്യാവതാരം പറയുന്നുണ്ട്, ഈ ലോകത്തുള്ള എല്ലാ ചരാചരങ്ങളിലെയും ബീജം എടുത്തിട്ട് ഒരു തോണിയിൽ ആക്കാൻ. അങ്ങനെ എല്ലാ ബീജങ്ങളും എടുത്ത്, വിത്തുകളും ബീജങ്ങളും ഒക്കെ എടുത്ത് ഒരു തോണിയിലാക്കുന്നു. ആ തോണി എന്നിട്ട് ഈ മത്സ്യാവതാരത്തിന്റെ കൊമ്പ് വലിയ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത അത്രയും ആ പ്രളയജലതിയിൽ കിടക്കുന്ന വിഷ്ണു രൂപിയായിട്ടുള്ള ആ മത്സ്യാവതാരം അത്രയും വലുതാണ്. അതിന്റെ കൊമ്പിൽ കെട്ടിവെക്കുകയാണ്. ഇതിനുള്ള കൊമ്പ് ആ കൊമ്പിനകത്ത് കെട്ടിവെക്കുകയാണ്. അപ്പൊ കെട്ടിവെക്കാനുള്ള കയർ ഉപയോഗിച്ചത് തുകലിന്റെ കയറായിരുന്നു അത്രേ. ആ കയറിന് ശക്തി പോരാത്തപ്പോ ദേവിയാണ് തന്റെ ശക്തി കൊടുത്തത് ആ കയറിന്. അങ്ങനെയാണ് ദേവി കയറ് ശരിക്കും ഈ പ്രപഞ്ചത്തിന്റെ ആസ്ഥാനമായിട്ടുള്ള ആ എല്ലാ എന്താ പറയാ ബ്രഹ്മത്തിന്റെ എല്ലാം അടങ്ങിയിട്ടുള്ള ആ തോണിയുടെ നൗകയ്ക്ക് ശക്തി പകരുന്ന കയറായിരുന്ന ദേവിയാണ്. അവിടെയും ശരിക്കും ആ കയറിന്റെ ആസ്ഥാനമാരായിരുന്നു ദേവി തന്നെയായിരുന്നു. ആ വിഷ്ണു ഭഗവാനോടൊപ്പം ഇരുന്നിരുന്നവിടെ. അതുകൊണ്ട് ദേവി ഗുണനിധിയാണ് ഇവിടെ. പക്ഷെ ശരിക്കും ഇവിടെ നമ്മള് എല്ലാ ഗുണങ്ങൾക്കും നിധിയാണ് ദേവി എന്നുള്ളത് ഓർത്താൽ മതി. ഗുണനിധി. ഇനി 605 നാമം ഗോമാത. ഇപ്പോ കാമധേനു തുടങ്ങിയിട്ടുള്ള എല്ലാ ഗോക്കൾക്കും മാതാവാണ് ദേവി അല്ലെ. അതുകൊണ്ട് ദേവി കാമധേനു തുടങ്ങിയ എല്ലാ ഗോക്കൾക്കും മാതാവുണ്ട്. ദേവി ഗോമാത. ഇനി ഗോ എന്ന് പറഞ്ഞ ശബ്ദത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഗോ എന്ന് പറഞ്ഞാൽ സ്വർഗം, ആകാശം, വാക്ക്, വജ്രം, ദിക്കുകള്, രശ്മി, യാഗം, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രം, കുലം, പർവ്വതം, ഇങ്ങനെ ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഗോ എന്നുള്ള സംസ്കൃത വാക്കിന്. അപ്പൊ ഇവിടെയൊക്കെ ഉൽപ്പത്തി സ്ഥാനം ദേവി തന്നെയാണ്. ആസ്ഥാനം എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി സ്ഥാനം. മാതാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? എവിടുന്നാണോ ഉത്ഭവിക്കുന്നത് അവിടെയാണ് മാതാവ് എന്ന് പറയുന്നത്. നാം എവിടുന്ന് ഉത്ഭവിച്ചോ അതാണ് മാതാവ്. മാതാവിൽ നിന്നാണ് നമ്മൾ ഉത്ഭവിക്കുന്നത്. ഇപ്പൊ ഗോമാത എന്ന് പറഞ്ഞാൽ എല്ലാറ്റിന്റെയും, സ്വർഗമാണെങ്കിലും ആകാശമാണെങ്കിലും ഈ വാഗ്ദേവതയായിട്ട് വാക്കാണെങ്കിലും വജ്രമാണെങ്കിലും ദിക്കായിട്ടിരിക്കുന്നതും രശ്മിയായിട്ടിരിക്കുന്നതും യാഗവും സൂര്യനും ചന്ദ്രനും ഒക്കെ ദേവി തന്നെയാണ്. അതുകൊണ്ട് ദേവി ഗോമാത എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. ഇനി 606 നാമത്തിലേക്ക് പോവാം. ഗുഹജന്മഭൂഹു. കുഹൻ എന്ന് പറഞ്ഞാൽ ആരാണ്? സ്കന്ദൻ.
എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർത്തികേയൻ, മുരുകൻ. അപ്പൊ സ്കന്ദന്റെ ജന്മഭൂവാണ്. ആരെ ജന്മഭൂ എന്ന് പറഞ്ഞാൽ ആരാണ്? അമ്മ, മാതാവാണ്. അപ്പൊ ഗുഹന്റെ അഥവാ സ്കന്ദന്റെ മാതാവാണ്, കാർത്തികേയന്റെ മാതാവാണ് ദേവി. അതുകൊണ്ട് സ്കന്ദമാത എന്ന രൂപത്തില് നമ്മള് ഇപ്പോ നവരാത്രി കാലത്ത് ദേവിയുടെ ഒരു രൂപം തന്നെ സ്കന്ദമാത എന്നുള്ള രൂപമാണ്. 7 രൂപം, 9 രൂപങ്ങളില്, നവദുർഗകളില് ഒരു ദുർഗ സ്കന്ദമാത എന്ന രൂപത്തിലാണ് അറിയപ്പെടുന്നത്. ഇപ്പോ ഗുഹ, ഇനി മറ്റൊരർത്ഥം പറയുകയാണെങ്കിൽ അവിദ്യയാൽ ചുറ്റപ്പെട്ട ജീവാത്മാവ്. ഗുഹൻ ഒരു ഗുഹയിലിരിക്കുന്ന പോലെയാണ് അല്ലെ, അവിദ്യയാൽ ചുറ്റപ്പെട്ട ജീവാത്മാവ്. അപ്പോ എല്ലാ ജന്തുക്കളും എന്താണ്? നമ്മള് പരമാത്മാവുണ്ട്, അത് നമ്മളുടെ ജീവാത്മാവായിട്ട് ഇരിക്കുകയാണ് ഈ ശരീരത്തില്. ആ ജീവാത്മാവ് 4 പുറത്തും മായയും അവിദ്യയുമാണ്. അപ്പൊ നമ്മളൊക്കെ സകല ചരാചരങ്ങളും ആരാണ്? അവിദ്യയാൽ ചുറ്റപ്പെട്ടിട്ടുള്ള ജീവാത്മാവാണ് ഗുഹ എന്ന് പറയും നമ്മള്. അപ്പൊ എല്ലാ ജീവജന്തുക്കൾക്കും മാതാവാണ് ദേവി. അതുകൊണ്ടും ഗുഹജന്മഭൂഹു എന്ന് പറയും ദേവിയെ. അപ്പോ ദേവിയുടെ നാമം ഗുഹജന്മഭൂഹു. അങ്ങനെ 121 ശ്ലോകം അവസാനിക്കുകയാണ്. 122 ശ്ലോകം നമ്മൾക്ക് കാണാം. ദേവേശീ ദണ്ഡനീതിസ്ഥ ദഹരാകാശരൂപിണി പ്രതിപന്മുഖ്യകാരാന്ത തിഥിമണ്ഡല പൂജിത. ദേവേശീ ദണ്ഡനീതിസ്ഥ ദഹരാകാശരൂപിണി പ്രതിപൻ മുഖ്യകാരാന്ത തിഥിമണ്ഡല പൂജിത. ഇവിടെ പ്രതിപൻ മുഖ്യകാരാന്ത തിഥിമണ്ഡല പൂജിത എന്നുള്ളത് ഒരൊറ്റ നാമമാണ്. അപ്പോ ദേവേശി എന്നുള്ള ഒരു നാമം, ദണ്ഡനീതിസ്ഥ എന്നുള്ള ഒരു നാമം, ദഹരാകാശരൂപിണി എന്നുള്ള ഒരു നാമം, പ്രതിപൻ മുഖ്യകാരാന്ത തിഥിമണ്ഡല പൂജിത എന്നുള്ള ഒരു നാമം. അങ്ങനെ 4 നാമങ്ങള്, 607 മുതൽ 610 വരെയുള്ള 4 നാമങ്ങളാണ് ഇവിടെ ഉള്ളത്. ആദ്യത്തെ നാമം നമുക്ക് നോക്കാം. 607 നാമം ദേവേശി. എന്തുകൊണ്ടാണ് ദേവേശി എന്ന് പറയുന്നത്? ദേവാനാം ഈശതേ ഇത് ദേവേശി. എല്ലാ ദേവന്മാർക്കും ഈശ്വരിയായിട്ടുള്ളവളാണ്, അവരെയൊക്കെ നിയന്ത്രിക്കുന്നവളാണ് ദേവി. അപ്പൊ ഈശ്വരി എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുന്നവളാണ്, എല്ലാ ദേവന്മാരെയും നിയന്ത്രിക്കുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവിയെ ദേവേശി എന്ന് പറഞ്ഞു. ശരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ദേവന്മാരാരാണ്? ത്രിമൂർത്തികളാണ്. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർക്കും ശക്തി കൊടുക്കുന്നത് ദേവിയാണ്. അതുകൊണ്ട് തന്നെ അവരെ നിയന്ത്രിക്കുന്നത് ദേവിയാണ്. അപ്പോ ദേവിയെ ദേവേശി എന്ന് പറയുന്നു. ഇനി മഹാദേവനെ എന്താണ് പറയുന്നത്? ദേവേശൻ എന്ന് പറയും. മഹാദേവന്റെ പത്നിയാണ് ദേവി. അതുകൊണ്ട് ദേവി ദേവേശി എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. അപ്പൊ സകല ദേവന്മാർക്കും ദേവിയാണ്, മഹാദേവന്റെ പത്നിയാണ് ദേവി. അതുകൊണ്ട് ദേവിയെ ദേവേശി എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. ഇനി 608 നാമം ദണ്ഡനീതിസ്ഥ. ദണ്ഡനീതിസ്ഥ, ദണ്ഡനീതിസ്ഥ, ദണ്ഡനീതിയിൽ സ്ഥിതി ചെയ്യുന്നവൾ. എവിടെയൊക്കെ നീതി പുലർത്താൻ വേണ്ടി ദണ്ഡമുണ്ടോ അവിടെയൊക്കെ ആ ദണ്ഡനീതിയായിട്ട് ഇരിക്കുന്നത് ആരാണ്? ദേവി തന്നെയാണ്. അപ്പോ നീതിശാസ്ത്രത്തിലെ മുഖ്യ വിഭാഗമാണ് ദണ്ഡനീതി. അത് ശിക്ഷാവിധിയാണ്. ദണ്ഡനീതി ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. എന്തെങ്കിലും ദണ്ഡമില്ലെങ്കിൽ, ശാരീരികമായിട്ടോ സാമ്പത്തികമായിട്ടോ ദണ്ഡം കൊടുത്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ആരും ഒന്നും അനുസരിക്കില്ല. അപ്പോ ദണ്ഡനീതി ഈ ബ്രഹ്മാണ്ടത്തെ നയിക്കാനുള്ള, അല്ലെങ്കിൽ ഈ ലോകത്തെ നയിക്കാനുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള, മുഖ്യമായിട്ടുള്ള നീതിശാസ്ത്രത്തിലെ ഒരു മെത്തേഡാണ് ദണ്ഡനീതി. ആ ദണ്ഡനീതി ആരാണ്? ദേവി തന്നെയാണ്. എവിടെയൊക്കെ അസുരന്മാർ തലപൊക്കുന്നുവോ, എവിടെയൊക്കെ ആസുരിക ശക്തികൾ വരുന്നുവോ, എവിടെയൊക്കെ ആസുര ചിന്തകൾ വരുന്നുവോ, അതിനെയൊക്കെ അടിച്ചമർത്താനും അവർക്ക് ശിക്ഷ കൊടുക്കാനും ദേവി ദണ്ഡനീതിസ്ഥയായിട്ട് വിളങ്ങി നിൽക്കുകയാണ്. അപ്പൊ എന്ത് കാര്യം തെറ്റായത് ചെയ്യുമ്പോഴും ഓർത്തുകൊള്ളുക, ദണ്ഡനീതിസ്ഥയായ ദേവി തന്നെയാണ് നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നത്. ആ ദേവിക്ക് നമസ്കരിച്ച് നമുക്ക് അടുത്ത നാമത്തിലേക്ക് പോകാം. 609 നാമം ദഹരാകാശരൂപിണി. ദഹരാകാശരൂപിണി. അപ്പൊ ദഹരാകാശം, ദഹരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൃദയം എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ ഹൃദയത്തിലുള്ള ഹൃദയ കുഹരം. നമ്മൾ നേരത്തെ കണ്ടു ദേവി ഇരിക്കുന്നുണ്ട് അവിടെ എന്ന്. അപ്പൊ ദഹരം എന്ന് പറഞ്ഞാൽ ഹൃദയ കുഹരമാണ്. ആ ഹൃദയത്തിലുള്ള ചെറിയ ആ കുഹരം, അതിനകത്താണ് ദേവി ഇരിക്കുന്നത്. അപ്പൊ കുഹരത്തിനകത്ത് എങ്ങനെ ആകാശമായി മാറുന്നത്? ആകാശം എന്ന് പറഞ്ഞാൽ സ്കൈ അല്ല, നമ്മൾ കണ്ടു കഴിഞ്ഞു. ശാസ്ത്രത്തിലും ആകാശം സ്കൈ അല്ല, സ്പേസ് എന്നാണ് അതിന് പറയുക. എവിടെയെല്ലാം ശൂന്യമായ സ്ഥലമുണ്ടോ ആ ശൂന്യത്തെയാണ് സ്പേസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഹൃദയത്തിലിരിക്കുന്ന കുഹരത്തിലെ ആ ശൂന്യമായ സ്ഥലത്ത്, അതിലെ അല്പമായിട്ടുള്ള ആകാശം, നമ്മുടെ ഹൃദയ കുഹരത്തിലെ ആ അല്പമായിട്ടുള്ള ആകാശം, ആ സ്പേസിലാണ് ആരിയിരിക്കുന്നത്? ഈശ്വര ചൈതന്യമായിട്ട് ദേവി കുടികൊള്ളുന്നത്. നമ്മൾ കണ്ടു നേരത്തെ ഹൃദയസ്ഥ രവിപ്രഖ്യ എന്നുള്ളത്. അപ്പോ ആത്മചൈതന്യമായിട്ട്
ഈ പിണ്ടാണ്ട ശരീരത്തില് ദേവി കുടികൊള്ളുകയാണ്. ദഹരാകാശ രൂപിണി. അപ്പൊ ആകാശം എന്ന് പറഞ്ഞാൽ ഇവിടെ വായിക്കുമ്പോ കൺഫ്യൂസ്ഡ് ആവരുത്. ദഹരം എന്ന് പറഞ്ഞാൽ ഹൃദയകുഹരം. ഹൃദയകുഹരത്തിലുള്ള ആ സ്പേസ് എന്ന് പറയുന്ന ആകാശമാണ്. എല്ലാ സ്പേസും ആകാശമാണ്. അപ്പൊ ആ ആകാശത്തില് അല്പമാത്രമായിട്ടുള്ള ആകാശത്തില് ദേവി നിത്യ ചൈതന്യമായിട്ട് നമ്മൾക്ക് വെളിച്ചമായിട്ട് ഈ ശരീരത്തിൽ കുടികൊള്ളുകയാണ്. അപ്പൊ ആ ദേവിക്ക് നമസ്കാരം. ഇനി ഹൃദയകുഹരസ്ഥമായ അല്പാകാശവും അതുപോലെ തന്നെ സർവവ്യാപ്തമായിട്ടുള്ള ചിതാകാശവും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. അത് ഗുരുവിൽ നിന്നും തത്വശാസ്ത്രമൊക്കെ പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് തമ്മിൽ ഒരു വ്യത്യാസമില്ല എന്ന് മനസ്സിലാവും. അപ്പൊ ആദ്യം എന്താണ് വേണ്ടത്? അന്തർമുഖ സുഖാരാധ്യ ബഹിർമുഖ സുദുർലഭ. ഉള്ളിലേക്ക് തന്നെ നമ്മൾ തിരിയണം. എന്നിട്ട് നമ്മുടെ ഹൃദയ കുഹരത്തിലിരിക്കുന്ന ആ ദേവിയെ കണ്ടെത്തണം. അത് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ചിതാകാശം, ചിദാനന്ദ സ്വരൂപിയായിട്ടുള്ള ബ്രഹ്മം തന്നെയാണത്. ഇത് തന്നെയാണ് ബ്രഹ്മം എന്നുള്ള ആത്മജ്ഞാനം കിട്ടും. അതുകൊണ്ടാണ് ദേവി പുറത്ത് കിട്ടില്ല അന്വേഷിച്ചാൽ ഉള്ളിൽ തന്നെ അന്വേഷിക്കൂ, അന്വേഷിച്ച് കണ്ടെത്തൂ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അന്തർമുഖയായ ആ ആത്മചൈതന്യത്തെ അറിയാൻ ബ്രഹ്മസ്വരൂപിണിയായ ദേവിയെ സാക്ഷാത്കരിക്കണം. അതിനാണ് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്, എനിക്ക് ഞാൻ ആരാണെന്ന് കാണിച്ചു തരൂ എന്ന് പറയുന്നത്. അങ്ങനെ ദഹരാകാശ രൂപിണിയായിട്ട് ദേവി നമ്മുടെ ഹൃദയത്തിൽ വിളങ്ങുകയാണ്. ഇനി 610 നാമം പ്രതിപന്മുഖ്യരാകാന്ത തിഥിമണ്ഡല പൂജിത. പ്രതിപന്മുഖ്യരാകാന്ത തിഥിമണ്ഡല പൂജിത. ഇവിടെ പ്രതിപദം മുതൽ, പ്രതിപൻ എന്ന് പറഞ്ഞാൽ പ്രതിപദം, തിഥികൾ വരികയാണ് വീണ്ടും. പ്രതിപദം, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ടി, സപ്തമി, അഷ്ടമി, നവമി, ദശമി, ഏകാദശി, ദ്വാദശി, ഇങ്ങനെ പറഞ്ഞ് ആ 15 തിഥികളും അത് കഴിഞ്ഞാൽ പിന്നെ പൂർണ്ണ ചന്ദ്രന്റെ അതും കൂട്ടി 16 തിഥികള്. അപ്പൊ പ്രതിപദം മുതലായിട്ട് വെളുത്ത പക്ഷത്തിലെ പ്രതിപദം തുടങ്ങിക്കോളും. വെളുത്ത പക്ഷത്തിലെ പ്രതിപദം മുതൽ രാഗ, പ്രതിപൻ മുഖ്യ രാഗാന്ത, രാഗ. അവിടെ രാഗ തന്നെ, ആകാന്ത എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. പ്രതിപൻ മുഖ്യ രാഗാന്ത. രാഗ എന്ന് പറഞ്ഞാൽ ആരാണ്? രാഗാശശി. ഇതിന്റെ മുന്നിൽ നമ്മൾ പൂർണ്ണചന്ദ്രന് പറയുന്നതാണ് രാഗാശശി എന്ന പേര്. അപ്പൊ രാഗ എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ്, പൂർണ്ണചന്ദ്രനെയാണ്, പൗർണമി ചന്ദ്രനെയാണ് രാഗാശശി എന്ന് പറയുന്നത്. അപ്പോ പ്രതിപദം മുതൽ, വെളുത്ത പക്ഷത്തിലെ പ്രതിപദം മുതൽ രാഗാശശി വരെ, പൗർണമി വരെയുള്ള ആ തിഥി മണ്ഡലത്തില് ഓരോ തിഥി നിത്യദേവതകളാൽ പൂജിക്കപ്പെടുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവി പ്രതിപന്മുഖ്യകാര അന്തതിഥി മണ്ഡല പൂജിത. ഓരോ തിഥികളും 16 തിഥികളാലും തിഥി ദേവതകളാലും നമ്മളെ ഇവരുടെയൊക്കെ പേര് കണ്ടതാണ് പല നാമങ്ങളിലും. അതുകൊണ്ട് നമ്മൾ ആവർത്തിക്കുന്നില്ല. പ്രതിപദം മുതൽ ആ പൗർണമി വരെയുള്ള തിഥിമണ്ഡലങ്ങളിലുള്ള ഓരോ നിത്യകളാലും, നിത്യദേവിയുടെ തന്നെ രൂപങ്ങളാണ്, ആ നിത്യകളാലും, നിത്യക്ലിന്ന, നിരുപമ എന്നൊക്കെ നമ്മൾ കണ്ടതാണ്, ആ നിത്യകളാൽ പൂജിക്കപ്പെടുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവിയെ പ്രതിപന്മുഖ്യകാരാന്ത തിഥിമണ്ഡല പൂജിത ഓർത്തു വെക്കണം. എന്നാലാണ് ഈ നാമത്തിന്റെ അർത്ഥം മനസ്സിലാവുള്ളൂ. അപ്പൊ പ്രതിപൻ എന്ന് പറഞ്ഞാൽ പ്രതിപദം തന്നെയാണ്. പണ്ട് കാലത്ത് പ്രഥമ എന്നല്ല പറയുക, കുട്ടിക്കാലത്ത് നാമം ചൊല്ലിപ്പിച്ചിരുന്നത് പ്രതിപദം, ദ്വിതീയ, തൃതീയ എന്ന് പറഞ്ഞിട്ടായിരുന്നു നാമം ചെല്ലുമ്പോൾ ചൊല്ലിപ്പിച്ചിരുന്നത്. അപ്പോ പ്രഥമ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. പ്രതിപൻ മുഖ്യ, ആ പ്രതിപദം തന്നെയാണ് ആദ്യത്തെ തിഥി. അതുമുതൽ പൂർണ്ണചന്ദ്രനുള്ള ആകാശശിയുള്ള ആ പൗർണമി വരെയുള്ള തിഥികൾക്കൊക്കെ ദേവതയായിട്ടുള്ള 16 നിത്യദേവതകളാൽ, 15 നിത്യദേവതകളാലും പിന്നെ സാക്ഷാൽ ത്രിപുരസുന്ദരിയും അങ്ങനെ എല്ലാവരാലും പൂജിക്കപ്പെടുന്നവളായ ദേവി, ആ ദേവിക്ക് നമസ്കാരം എന്ന് പറഞ്ഞ് നമുക്ക് ഈ ശ്ലോകം ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. 123 ശ്ലോകം. കലാത്മിക കലാനാഥ കാവ്യാലാപ വിനോദിനി സചാമര രമാവാണി സവ്യദക്ഷിണ സേവിത. കലാത്മിക കലാനാഥ കാവ്യാലാപ വിനോദിനി സജാമര രമാവാണി സവ്യദക്ഷിണ സേവിത. അവിടെ സജാമര രമാവാണി സവ്യദക്ഷിണ സേവിത ഒറ്റ നാമമാണ്. 16 അക്ഷരങ്ങളുള്ള ഒറ്റ നാമമാണ്, മുറിക്കരുത് അതൊന്നും. സജാമര രമാവാണി സവ്യദക്ഷിണ സേവിത. അപ്പൊ അർത്ഥമെല്ലാം അനർത്ഥമായി മാറും. സജാമര രമാവാണി സർവദക്ഷിണ സേവിത. അപ്പൊ ഇവിടെ എന്താണ്? 611 മുതൽ 614 വരെയുള്ള 4 നാമങ്ങളാണ് ഇവിടെയുള്ളത്. ആദ്യത്തെ നാമം നോക്കാം. കലാത്മിക, എല്ലാ കലകളുടെയും ആത്മാവ് തന്നെ ദേവിയാണ്. നമ്മൾ ഇത് തന്നെ ചതുഷ്ഷഷ്ടി കലാമയി എന്നുള്ള ഒരു നാമം പഠിച്ചു. അപ്പൊ നമ്മള് ചതുഷ്ഷഷ്ടി, ഷഷ്ടിയും ഷഷ്ടിയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കണ്ടു. ഷഷ്ടി എന്ന് പറഞ്ഞാൽ 60 ആണ്. ഷഷ്ടി എന്ന് പറഞ്ഞാൽ ഹ എന്നുള്ളതാണെങ്കിൽ
6 എന്നാണ്. അപ്പോ ഷഷ്ടി പൂർത്തി എന്ന് എഴുതുമ്പോൾ ഠ എന്ന് എഴുതില്ല, ട എന്ന് എഴുതുള്ളൂ. വടി എന്നിൽ ടാ എഴുതുള്ളൂ. അപ്പോ ഷഷ്ടി, അങ്ങനെ ചതുഷ്ഷഷ്ടി കലാമയി, 64 64 കലകളില് ഇരിക്കുകയാണ്. അപ്പോ നമ്മൾ ഈ ലോകത്തുള്ള എല്ലാ കലകളും, നമ്മൾക്ക് സന്തോഷം തരുന്നതും ഉപകാരപ്രദവുമായിട്ടുള്ള എല്ലാ കലകളും, നമ്മൾ സന്ദീപനി ആശ്രമത്തിൽ പോയി കഴിഞ്ഞാൽ ഉജ്ജയിനില് അവിടെ ഈ 64 കലകളും കൃഷ്ണൻ പഠിച്ചു എന്നാണ് പറയുന്നത്. 64 കലകളും സംസ്കൃതത്തിലെ ആ കലകളുടെ പേരെഴുതിയിട്ട് അതെന്താണെന്ന് ഡെപ്പിക്റ്റ് ചെയ്യുന്നുണ്ട്. ആ അവിടുത്തെ ഒരു ചെറിയ തടാകമുണ്ട്, അതിന്റെ ചുറ്റും ഒന്ന് പോയി സമയമെടുത്ത് പോയി വരിക. അപ്പൊ ഈ 64 കലകളുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് അറിയാം. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലെ വിദ്യകൾ ഏതാന്നുള്ളതും 16 വിദ്യകളും 64 കലകളെ കുറിച്ചൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ പഠിക്കാൻ പറ്റും. അപ്പോ 64 കലകൾ നമ്മൾ കണ്ടതാണ്. സംഗീതം, സാഹിത്യം തുടങ്ങിയിട്ട് ഇനിയില്ല എല്ലാ എന്താ പറയാ, ഐബ്രോ ഷേപ്പിംഗ് ആണെങ്കിലും നെയിൽ കട്ടിംഗ് ആണെങ്കിലും ക്ലോത്ത് ഉണ്ടാക്കലാണെങ്കിലും കേശാലങ്കാരങ്ങളാണെങ്കിലും ഇതൊക്കെ കലകളാണ്. ഇതെല്ലാം എഴുതി വെച്ചിട്ടുള്ളതാണ് നമ്മുടെ ഗ്രന്ഥങ്ങളില്. ആ 64 കലകൾക്കും ആത്മാവ് തന്നെ ദേവിയാണ്. ഇനി പിന്നെ കല എന്ന് പറഞ്ഞ അംശം എന്നർത്ഥമുണ്ട്, നമ്മൾ കണ്ടു. അപ്പോ എന്തിനും സൂര്യന് ഇപ്പോ ശരിക്കും അഗ്നിക്ക് 10 കലകളാണ്. ഓരോ അഗ്നിയും വ്യത്യസ്ത രീതിയിലുള്ള അഗ്നികളുണ്ട്. അതുപോലെ സൂര്യനെ നമ്മൾ കണ്ടു, ദ്വാദശാദിത്യന്മാർ, അതിഥിയുടെ മക്കളാണ് ആദിത്യൻ, അല്ലെ? അപ്പോ ശരിക്കും സൂര്യൻ മാത്രമല്ല, 12 മക്കളുണ്ട്. അപ്പോ ദ്വാദശാദിത്യന്മാരെ നമ്മൾ കണ്ടു, അതെല്ലാം ദേവതകളാണ്. അപ്പൊ ദേവതകളെ എന്ന് പറഞ്ഞാൽ കശ്യപനും അതുപോലെ അതിഥിക്കും ഉണ്ടായിട്ടുള്ള മക്കളാണ്, 12 മക്കളാണ്. അപ്പോ 12 കലകളുണ്ട് സൂര്യനും. അതുപോലെ ചന്ദ്രന് 16 കലകളുണ്ട്. ഇതൊക്കെ ദേവി ചൈതന്യം തന്നെയാണ്. അപ്പോ ഈ കലകളെല്ലാം, ഇതിന്റെയൊക്കെ ആത്മാവാരാണ്, ഇതിന്റെയൊക്കെ ഉറവിടം എന്താണ്? ദേവി തന്നെയാണ്. അതുകൊണ്ട് ദേവിയുടെ നാമം കലാത്മിക. അതുപോലെ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാര്, അതുപോലെ അവസ്ഥാത്രയങ്ങള്, ഇവയൊക്കെ എന്തൊക്കെ ത്രിപിടികളുണ്ടോ അതിന്റെയൊക്കെ ആത്മാവാരാണ്? ദേവിയാണ്. അതുകൊണ്ട് ദേവി കലാത്മിക എന്ന് പറയുന്നു. പ്രത്യക്ഷമായി നോക്കുകയാണെങ്കിൽ സകല കലകൾക്കും ആത്മാവായിട്ടുള്ള ദേവിയാണ്. അതുകൊണ്ട് ദേവി കലാത്മിക. ഇനി 612 നാമത്തിലേക്ക് പോവാം. കലാനാഥ. എല്ലാ കലകൾക്കും നാഥയായവളാണ്. നാഥ എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുന്നവളാണ്. അതുകൊണ്ട് ദേവിയെ കലാനാഥ എന്ന് പറയുന്നു. അപ്പോ ആഹ്ലാദം പകരുന്നതും ഉപകാരപ്രദമായിട്ടുള്ള 64 കഥകള്, അതുപോലെ തന്നെ ബ്രഹ്മത്തിന്റെ അംശമായ കലകള്, സൂര്യൻ, ചന്ദ്രൻ, അഗ്നി, ഇതൊക്കെ ബ്രഹ്മത്തിന്റെ അംശമാണ്. ആ കലകള്, ഇതിനൊക്കെ ഒരുപോലെ നാഥയായവളാണ് ദേവി. അതുകൊണ്ട് കലാനാഥ എന്ന് ദേവിയെ വിളിക്കുന്നു. ഇനി 613 നാമം കാവ്യാലാപ വിനോദിനി. കാവ്യാലാപ വിനോദിനി. അപ്പൊ കാവ്യാലാപ വിനോദിനി എന്ന് പറഞ്ഞാൽ, കാവ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? പുരാണങ്ങളുണ്ട്, ഇതിഹാസങ്ങളുണ്ട്, രൂപങ്ങളുണ്ട്, ശ്ലോകങ്ങളുണ്ട്, മുക്തകങ്ങളുണ്ട്. ഇങ്ങനെ പലതരത്തിലും ദേവിയെ പ്രകീർത്തിച്ചിട്ടുള്ള ഈ ഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥങ്ങളൊക്കെ കാവ്യരൂപത്തിലുണ്ട്. ആ ഗ്രന്ഥങ്ങൾ, അതിൻ്റെയൊക്കെ എല്ലാ സാഹിത്യങ്ങളും, അതിൻ്റെയൊക്കെ ആലാപനം കൊണ്ട് നന്നായി വിനോദിക്കുന്നവളാണ്, ആനന്ദിക്കുന്നവളാണ് ദേവി. അത് സന്തോഷിക്കുന്നവളാണ് ദേവി. അപ്പോ കാവ്യാലാപം നന്നായിട്ട് നമ്മള് കാവ്യാലാപനം നടത്തി കഴിഞ്ഞാൽ, അത് ഇൻസ്ട്രുമെന്റ് ആയാലും വേണ്ടില്ല, അതുപോലെ തന്നെ വോക്കൽ ആണെങ്കിലും വേണ്ടില്ല, എന്താണെങ്കിലും ദേവിക്ക് വളരെ ഇഷ്ടമാണ്. ദേവി സംഗീതജ്ഞയാണ് ദേവി, അല്ലെ? അപ്പോ നിജസല്ലാപ മാധുര്യ വിനിർഭർസിത കച്ചപി എന്നുള്ള നാമം വീണ്ടും വീണ്ടും ഓർക്കുക. നിജസല്ലാപ മാധുര്യ, തൻ്റെതായിട്ട് സരസ്വതി തന്റെ വീണ, കച്ചപി വീണ വന്നിട്ട് ദേവിയുടെ സദസ്സിലിരുന്ന് ദേവിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് കച്ചപി വീണ വായിക്കുകയാണ് അതിമനോഹരമായിട്ട്. ദേവിക്ക് സന്തോഷമായപ്പോ ഭേഷ് ഭേഷ് ഭലേ എന്ന് പറഞ്ഞു അത്രേ. ആ എന്താ പറയാ, മുത്തുതിരുന്ന പോലത്തെ മൊഴി, ആ മൊഴി കേട്ടതും സരസ്വതി ദേവി തന്റെ സല്ലാപം കേട്ടപ്പോഴേ തന്റെ കച്ചപി വീണ മടക്കി കെട്ടി തുണിയിട്ടിട്ട് നാണം കൊണ്ട് അവിടുന്ന് സ്ഥലം വിട്ടു എന്നാ പറയണേ. കാരണം സരസ്വതിയെ പോലും ലജ്ജിപ്പിക്കുന്ന അത്രയും മനോഹരമായ വാണി കൂടിയാണ് ദേവിയുടെ. അപ്പൊ കലയുടെ കാര്യം എന്തായിരിക്കും ആലോചിച്ചോളൂ. നിജസല്ലാപ മാധുര്യ വിനിർഭർസിത കച്ചപി, ഭർസിച്ച് അതിനെ പോലും മോശമാക്കി തീർത്തു എന്നുള്ളതാണ്. ഒന്നും ചെയ്യാതെ നന്മ, നല്ലത് എന്ന് പറഞ്ഞിട്ട് പോലും സരസ്വതി അവിടുന്ന് പോയി എന്നാണ് ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നത്. അപ്പോ കാവ്യാലാപ വിനോദിനിയാണ്. അതുകൊണ്ട് ദേവിക്ക് ഇതൊക്കെ ഇഷ്ടമാണ്. നന്നായിട്ട് ദേവിയെ പ്രാർത്ഥിക്കുക. ഇനി ഒരൊറ്റ നാമമേ ഉള്ളൂ, അതുകൂടി പെട്ടെന്ന് പറഞ്ഞു നിർത്തിയ ശ്ലോകം തീരും. സചാമര രമാവാണി സവ്യദക്ഷിണ സേവിത. സചാമരം, സചാമരം എന്ന് പറഞ്ഞാൽ ചാമരങ്ങളാൽ, അല്ലെ? അപ്പൊ കയ്യിലാണ് ചാമരങ്ങൾ പിടിച്ചിട്ടുള്ളത്. ആരാണ് പിടിച്ചിരിക്കുന്നത്? രമയും വാണിയും. രമ എന്ന് പറഞ്ഞാൽ ആരാണ്? ലക്ഷ്മി ദേവി. വാണി എന്ന് പറഞ്ഞാൽ
സരസ്വതി ദേവി, രണ്ടുപേരും സചാമര രമാവാണി. കയ്യില് ചാമരങ്ങൾ ഇങ്ങനെ പിടിച്ച് അത് ചാമരങ്ങൾ വീശിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാണ് സവ്യദക്ഷിണ സേവിത. സവ്യം എന്ന് പറഞ്ഞാൽ ഇടതുഭാഗം, ദക്ഷിണം എന്ന് പറഞ്ഞാൽ വലതുഭാഗം. അപ്പൊ ദേവിയുടെ ഇടതുഭാഗത്ത് ആരാണ്? രമയും വലതുഭാഗത്ത് വാണിയും നിന്ന്, സരസ്വതിയിൽ നിന്ന് ഇങ്ങനെ ചാമരങ്ങള് വീശി സേവിച്ചു കൊണ്ടിരിക്കുകയാണ്, സേവിതയാണ്. ഇപ്പോ ബ്രഹ്മാണ്ഡ പുരാണത്തിൽ നിന്നാണ് ഈ ലളിതാ സഹസ്രനാമം എടുത്തിരിക്കുന്നത്. അതിനകത്താണ് ലളിതോപാഖ്യാനമുള്ളത്. ലളിതോപാഖ്യാനത്തില് ലളിതാ സഹസ്രനാമം ഏറ്റവും അവസാനമാണ്. അതുവരെ ദേവിയുടെ വിവാഹം വർണ്ണിക്കുന്നുണ്ട് അവിടെ. വിവാഹം നടത്തി കൊടുക്കുന്നത് പിന്നെ പരമശിവനും, അതെ, ദേവി ത്രിപുരസുന്ദരിയായ ദേവിയും പരമശിവന്റെയും വിവാഹം നടത്തി കൊടുക്കുന്നത് ബ്രഹ്മാവും വിഷ്ണുവും കൂടിയാണ്. അപ്പോ ആ നിറഞ്ഞ സദസ്സിലെ ദേവിയെ പരിണമിക്ക് കൊടുത്തപ്പോ സഹോദരന്മാരെ നോക്കിയിട്ട് ദേവി ഒന്ന് കടാക്ഷിക്കുന്നുണ്ട്. ആ കടാക്ഷത്തിൽ നിന്നും, ആ തേജസ്സിൽ നിന്നും ഉത്ഭവിച്ചു ലക്ഷ്മിയും സരസ്വതിയും ഉത്ഭവിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ആ പ്രഭാപുഞ്ചത്തിൽ നിന്നും വാണി ലക്ഷ്മിയാർ ഉത്ഭവിച്ചു. അവർ രണ്ടുപേരും എന്ത് ചെയ്തു? ഗംഗ, യമുന എല്ലാവരും ഉണ്ട് അവിടെ. നിറഞ്ഞ സദസ്സാണ്. ത്രിപുരസുന്ദരിയായിട്ടുള്ള ദേവിയുടെയും അതുപോലെ തന്നെ പരമശിവന്റെയും, രാമേശ്വരനായ പരമശിവന്റെയും വിവാഹമാണ് നടക്കുന്നത്. അപ്പോ എല്ലാ ദേവി ദേവന്മാരുമുണ്ട്. അപ്പൊ അവിടെ നിന്നും ഗംഗയുടെയും യമുനയുടെയും കരങ്ങളിൽ നിന്നും ആ ചാമരം എടുത്തിട്ട് ആ ഇടതുവശത്തും വലതുവശത്തും ഇടത് കണ്ണോട് കൂടിയിട്ട് എന്താ പറയാ, ലക്ഷ്മിയും വലത് കണ്ണോട് കൂടി ബ്രഹ്മാവിനെ നോക്കിയപ്പോ സരസ്വതി ഉണ്ടായി. അവർ രണ്ടുപേരും രണ്ട് വശത്തു നിന്ന് കയ്യിൽ ചാമരം വാങ്ങി ഇങ്ങനെ വീശി എന്ന് ബ്രഹ്മാണ്ഡ പുരാണത്തില് ഈ ലളിതോപാഖ്യാനത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ സചാമര രമാവാണി സവ്യദക്ഷിണ സേവിത എന്ന നാമം കൊണ്ട് നമ്മൾ ഓർക്കേണ്ടത്. അങ്ങനെ ചാമരങ്ങളാൽ വീയിച്ചു കൊണ്ടിരിക്കുന്ന ലക്ഷ്മിയും സരസ്വതിയും ഇടതും വലതും നിന്ന് ദേവിയെ ചാമരങ്ങളാൽ വീയിച്ചു കൊണ്ടിരിക്കുന്ന, പൂജിച്ചു കൊണ്ടിരിക്കുന്ന ആ അഭൗമമായിട്ടുള്ള ആ രംഗം മനസ്സിൽ അങ്ങനെ നിലനിർത്തിക്കൊണ്ട് നമുക്കിവിടെ ഇന്നത്തെ ഈ സെഷൻ സമ്പന്നമാക്കാം. ഓം പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.